ഡിസ്ക്രിറ്റൈസേഷൻ. നമ്മളിനി ഡിസ്ക്രിറ്റൈസേഷൻ എന്നുള്ള സ്റ്റെപ്സിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽസിലോട്ട് നമ്മൾ പോവാണ്. ഡിസ്ക്രിറ്റൈസേഷൻ എന്താണെന്നുള്ളത് നമ്മൾ ആ സ്റ്റെപ്സ് ഫോർ ഫൈനൈറ്റ് എലമെൻറ്റ് അനാലിസിസിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ പഠിച്ചായിരുന്നു. അതിനകത്ത് പറയുന്ന ഇതാണ്, ഒരു എലമെൻറ്റ് ഒരു ഹോൾ ബോഡിയെ നമ്മൾ പല എലമെൻറ്റ്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡിസ്ക്രിറ്റൈസേഷൻ. അതാണ് ദ ആർട്ട് ഓഫ് സബ് ഡിവൈഡിങ് എ സ്ട്രക്ചർ ഇൻറ്റു കൺവീനിയൻറ്റ് നമ്പർ ഓഫ് സ്മോളർ കമ്പോണൻറ്റ്സ് ഈസ് നോൺ ആസ് ഡിസ്ക്രിറ്റൈസേഷൻ. അപ്പോൾ ഈ ഡിസ്ക്രിറ്റൈസേഷൻ ഒരു ബോഡിയെ പല എലമെൻറ്റ്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഡിസ്ക്രിറ്റൈസേഷൻ. അതുതന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് നാച്ചുറൽ ഡിസ്ക്രിറ്റൈസേഷൻ, ഒന്ന് ആർട്ടിഫിഷ്യൽ ഡിസ്ക്രിറ്റൈസേഷൻ. അപ്പോൾ എന്താണ് ഈ നാച്ചുറലും ആർട്ടിഫിഷ്യലും? അടുത്ത സ്ലൈഡ്സിൽ അത് പറയുന്നുണ്ട്. നാച്ചുറൽ ഡിസ്ക്രിറ്റൈസേഷൻ എക്സാമ്പിളാണ് നമ്മൾ ഈ ബിൽഡിങ്സിൻ്റെ ഒക്കെ മുകളിൽ ഈ ട്രസ്സ് കണ്ടിട്ടുണ്ടല്ലോ, റൂഫൊക്കെ ഇടുന്ന ട്രസ് എലമെൻറ്റ്സ്. അപ്പോൾ അതെന്ന് വെച്ചാൽ ഒരു നാച്ചുറൽ ഡിസ്ക്രിറ്റൈസേഷൻ്റെ എക്സാമ്പിളാണ്. ഫോർ എക്സാമ്പിൾ ഇങ്ങനൊരു ട്രസ് ഉണ്ടെങ്കിൽ ഇവിടെ രണ്ട് സപ്പോർട്ടുണ്ട്. അപ്പോൾ ഈ ട്രസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ട്രസ്സിൻ്റെ ഓരോ ജംഗ്ഷനിലുള്ള പോയിൻറ്റ്സിനെ നമുക്കൊരു നോഡായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇതൊരു നോഡാണ്, ഇവിടെ മറ്റൊരു നോഡുണ്ട്, ഇവിടെ വേറൊരു നോഡുണ്ട്, ഇവിടെ വേറൊരു നോഡുണ്ട്, ഇവിടെ വേറെ നോഡുണ്ട്, ഇതടുത്ത നോഡ്. അപ്പം ഇതൊക്കെ നാച്ചുറലി അതിനെ ഒരു നോഡായിട്ട് നമുക്ക് വേണേൽ കൺസിഡർ ചെയ്യാൻ പറ്റും. സോ അതാണ് പറയുന്നത്, ഇൻ സ്ട്രക്ചറൽ അനാലിസിസ് എ ട്രസ് ഈസ് കൺസിഡർഡ് ആസ് എ നാച്ചുറൽ സിസ്റ്റം. ഇപ്പോൾ ഈ ട്രസ്സിൻ്റെയൊക്കെ സ്ട്രക്ചറൽ അനാലിസിസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് നോഡൊന്നും അസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇതെല്ലാം ഓരോരോ നോഡ്സായിട്ട് നമുക്ക് തന്നെ കാണുമ്പോൾ അതൊരു നോഡായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ ഒരു ഏറ്റവും നാച്ചുറലായിട്ടുള്ള ഡിസ്ക്രിറ്റൈസേഷന് ഉദാഹരണമാണ് ഒരു ട്രസ്സിൻ്റെ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, the various members of the truss constitute the elements and these elements are connected to various joints known as nodes. അപ്പോൾ ഈ ഓരോ എലമെൻറ്റ്സും ഈ നോഡ് ഇതിപ്പോൾ ഇതൊരു എലമെൻറ്റാണ്, ആ എലമെൻറ്റിൻ്റെ അറ്റത്ത് രണ്ട് നോഡുണ്ട്. ഇത് മറ്റൊരു എലമെൻറ്റാണ്, ആ എലമെൻറ്റിൻ്റെ അറ്റത്ത് വേറെ നോഡുണ്ട്. ഇത് വേറൊരു എലമെൻറ്റാണ്, ആ എലമെൻറ്റിൻ്റെ അറ്റത്ത് വേറെ നോഡുണ്ട്. സോ അങ്ങനെ നോഡ്സ് വഴി ഓരോ എലമെൻറ്റും നമ്മൾ കണക്റ്റഡ് ആക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. The force that act on each nodal points are called nodal forces. ഓരോ നോഡ്സിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ നോഡൽ ഫോഴ്സ് എന്നാണ് പറയുന്നത്. സോ ഈ നോഡ്സിലൊക്കെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് അനുസരിച്ച് ഈ ഒരു ഫുൾ സ്ട്രക്ചറിന് വേണേൽ ഡിഫോർമേഷനൊക്കെ സംഭവിക്കാം, അല്ലേ? അതാണ് അടുത്ത പറയുന്നത്. വെൻ ദ ഫോഴ്സസ് ഓർ റിയാക്ഷൻ ആക്ട്സ് അറ്റ് ദ നോഡൽ പോയിൻറ്റ്സ്, നോഡ് ഈസ് സബ്ജക്റ്റഡ് ടു ഡിഫോർമേഷൻ. ഇറ്റ് ഇൻക്ലൂഡ് ഡിസ്പ്ലേസ്മെൻറ്റ്, റൊട്ടേഷൻ, strains, etc. These are collectively known as the degrees of freedom or nodal displacement. നമ്മൾ ഈ ഓരോ നോഡ്സിലും ഇതിൽ വരുന്ന ലോഡിങ് അനുസരിച്ച് അതിന് വേണേൽ ഡിഫോർമേഷൻ സംഭവിക്കാം, സ്ട്രെയിന് സംഭവിക്കാം, സ്ട്രെസ്സ് വേണേൽ ഉണ്ടാകാം. അപ്പോൾ ഇതിന് സംഭവിക്കുന്ന ഡിഫോർമേഷൻസിനെല്ലാം നമുക്ക്, അല്ലെങ്കിൽ ഇതിന് എന്തൊക്കെ ടൈപ്പ് ഓഫ് ഡിഗ്രീസ് ഓഫ് മോഷൻസ് പോസിബിൾ ആണോ അതിനെ നമുക്ക് നോഡൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണെന്നൊക്കെ നമ്മൾ മോമിനകത്ത് പഠിച്ചതാണ്. നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് മോഷൻ ദാറ്റ് എ ബോഡി ക്യാൻ ഹാവ്, അല്ലേ? അതാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. സോ ഇതിൽ വരുന്ന ഓരോ നോഡ്സിൽ വരുന്ന ഓരോ ഫോഴ്സിനെ നമുക്കതിൻ്റെ ഓരോ നോഡൽ ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് നമുക്കതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെല്ലാം അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിട്ടേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ, ഓരോ നോഡിൽ വരുന്ന ഓരോ ടൈപ്പ് ഓഫ് ഫോഴ്സസ്, അല്ലേ? അപ്പോൾ അതാണ് നാച്ചുറൽ ഡിസ്ക്രിറ്റൈസേഷനെ കുറിച്ച് പറയുവാണെങ്കിൽ. നാച്ചുറലായിട്ട് ആ ഒരു സ്ട്രക്ചറിൽ നാച്ചുറലായിട്ട് അത് ഓൾറെഡി നോട്ട്സ് ഉള്ള രീതിയിൽ തന്നെ ആയിരിക്കും അതിൻ്റെ അറേഞ്ച്മെൻറ്റ്. അതിനെ പറയുന്ന പേരാണ് നാച്ചുറൽ ഡിസ്ക്രിറ്റൈസേഷൻ. ആർട്ടിഫിഷ്യൽ ഡിസ്ക്രിറ്റൈസേഷൻ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ സ്പർഗിയറിൻ്റെ എക്സാമ്പിൾ നമ്മൾ കണ്ടായിരുന്നു. ഒരു സ്പർഗിയറിനെ നമ്മൾ പല ഡിവിഷൻസ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഡിസ്ക്രിറ്റൈസേഷനാണ്. ഇപ്പോൾ ആ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്പർഗിയറിനെ നമ്മളിതിനെ പല ക്വാഡ്രിലാറ്ററൽ എലമെൻ്റ് ആക്കിയൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുക. സോ ഇതെന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഡിസ്ക്രിറ്റൈസേഷൻ. നമ്മൾ തന്നെ നമ്മളൊരു കമാൻഡ് കൊടുത്ത് നമ്മളതിനെ സ്മോളർ എലമെൻറ്റ്സ് ആക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതിനെയാണ് ആർട്ടിഫിഷ്യൽ ഡിസ്ക്രിറ്റൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കുറച്ച് എലമെൻറ്റ് ടൈപ്സ് വെച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് എലമെൻറ്റ് ടൈപ്പ് ഉപയോഗിച്ച് ഈ ഒരു ഹോൾ ബോഡിയെ ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ആർട്ടിഫിഷ്യൽ ഡിസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്നത്. അതാണ് ആർട്ടിഫിഷ്യൽ ഡിസ്ക്രിറ്റൈസേഷൻ യൂസസ് ഇമാജിനറി എലമെൻറ്റ്സ് ലൈക്ക് എ ട്രയാങ്കുലർ, റെക്ടാങ്കുലർ, ക്വാഡ്രിലാറ്ററൽ എലമെൻറ്റ് വിച്ച് ആർ നോട്ട് ഫിസിക്കലി പ്രസൻറ്റ് ഇൻ ദ സ്ട്രക്ചർ. ഇപ്പോൾ ആ ഒരു ഗിയർ ടീത്തിൻ്റെ തന്നെ സ്ട്രക്ചർ പരിശോധിക്കുകയാണെങ്കിൽ ഇങ്ങനൊന്നും നമുക്ക് ആ ഒരു ഗിയർ ടീത്തിൻ്റെ ആ ഒരു സ്പർ ഗിയറിൻ്റെ സ്ട്രക്ചർ പരിശോധിക്കുകയാണെങ്കിൽ ഇതൊന്നും ആ സ്പർ ഗിയറിലുള്ള ഒരു സ്ട്രക്ചറൊന്നും അല്ല.
ഈ സ്പർ ഗിയറിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത എലമെൻ്റാണ് ഈ ഓരോ എലമെൻറ്റ്സ്. സോ ആ രീതിയിൽ നമ്മൾ പറയുന്ന നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ പറയുന്ന എലമെൻറ്റ് വെച്ച് ഒരു ബോഡിയെ ഡിവൈഡ് ചെയ്യുന്നതിനെ പറയുന്നവരാണ് ആർട്ടിഫിഷ്യൽ ഡിസ്ക്രിറ്റൈസേഷൻ. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന കുറച്ച് എലമെൻറ്റ്സാണ് ട്രയാങ്കുലർ എലമെൻറ്റ്, റെക്റ്റാങ്കുലർ എലമെൻറ്റ്, ക്വാഡ്രിലാറ്ററൽ എലമെൻറ്റ്. ഈ എലമെൻറ്റ്സൊക്കെ നമ്മൾ 2 ഡയമെൻഷനലായിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് എലമെൻറ്റ് ടൈപ്പാണിത്. ഓക്കെ, അടുത്തതായിട്ട് ഡിസ്ക്രിറ്റൈസേഷൻ്റെ കുറച്ച് എക്സാമ്പിൾസൊക്കെയാണ് അടുത്ത സ്ലൈഡ്സിലൊക്കെ കാണിക്കുന്നത്. ഡിസ്ക്രിറ്റൈസേഷൻ യൂസിങ് ട്രയാങ്കുലർ എലമെൻറ്റ് എന്ന് വെച്ചാൽ ഇതൊരു ട്രയാങ്കുലർ എലമെൻറ്റ് വെച്ച് നമ്മൾ ഒരു സാധനത്തെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതിനെയാണ് ഈ ഫിഗർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു ഗ്രാവിറ്റി ഡാമൊക്കെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിനെ നമുക്ക് ഈ രീതിയിൽ ട്രയാങ്കുലർ എലമെൻറ്റ് വെച്ച് നമുക്ക് അതിനെ ഫുള്ളായിട്ട് നമുക്ക് ഡിസ്ക്രിറ്റൈസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഷേപ്പിൽ തന്നെ നോക്കിക്കേ, ഈ ഒരു ഗ്രാവിറ്റി ഡാമിൻ്റെ ഷേപ്പിൽ തന്നെ ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ അതിനെ പല ട്രയാങ്കുലർ എലമെൻറ്റ്സ് ആക്കി നമുക്കതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് ഒരു ട്രയാങ്കുലർ എലമെൻറ്റ് വെച്ച് നമുക്കിതിനെ ഇങ്ങനെ ഡിസ്ക്രിറ്റൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഓക്കെ, ഇത് മറ്റൊരു സ്ട്രക്ചറാണ്. ഈ ഒരു സ്ട്രക്ചറിൽ കുറേ സപ്പോർട്ട് വരുന്നുണ്ട്, കുറേ നോഡൽ ലോഡ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രക്ചറിനെ നമ്മൾ ട്രയാങ്കുലർ എലമെൻറ്റ് വെച്ച് ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം അടുത്തത് പറയുന്നത് The following points should be considered while analyzing the discretization process. അപ്പം നമ്മളൊരു സാധനത്തെ നമ്മൾ ചെറിയ എലമെൻറ്റ്സ് ആക്കുമ്പം അല്ലെങ്കിൽ ഡിസ്ക്രിറ്റൈസ് ചെയ്ത് ഒരു ഹോൾ ബോഡിയെ നമ്മൾ പല എലമെൻറ്റ്സ് വെച്ച് ഡിസ്ക്രിറ്റൈസ് ചെയ്യുമ്പം നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന എലമെൻറ്റ് ടൈപ്പ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എലമെൻറ്റ് ടൈപ്പിൻ്റെ സൈസിനെ കുറിച്ച് നമുക്കൊരു വിവരം ഉണ്ടായിരിക്കണം. ലൊക്കേഷൻ ഓഫ് നോട്ട്സുകൾ നമ്മളൊരു ഹോൾ ബോഡിയെ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോഡ് എവിടെയൊക്കെ വരുന്നുണ്ടെന്ന് നമുക്കൊരു ഏകദേശം ധാരണ വേണം. അതുപോലെ തന്നെ എത്ര എലമെൻറ്റ്സ് വെച്ച് വേണം നമ്മളൊരു ബോഡിയെ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന് എത്ര എലമെൻറ്റ്സ് കാണണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു വ്യക്തത വേണം. നമ്മളൊരു ബോഡിയെ ചെറിയ എലമെൻറ്റ്സ് ആക്കി എന്ന് വെച്ചാൽ ഒരു ഹോൾ ബോഡിക്ക് നമ്മൾ പല എലമെൻറ്റ്സ് ആക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണ വേണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പോയിൻ്റ് എന്ന് വെച്ചാൽ ടൈപ്പ് ഓഫ് എലമെൻറ്റിനകത്ത് വരുന്ന പോയിൻറ്റ്സുകൾ ഇതാണ്. ദ ചോയ്സ് ഓഫ് എലമെൻറ്റ്സ് ടു ബി യൂസ് ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്മൾ ഏത് എലമെൻറ്റ് ടൈപ്പ് യൂസ് ചെയ്യണം എന്നുള്ളതിനെ 3 കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നീഡഡ്, എക്സ്പെക്റ്റഡ് ആക്യുറസി ആൻഡ് ദ നെസസറി ഇക്വേഷൻസ് റിക്വയർഡ്. അപ്പോൾ ഈ 3 കാര്യങ്ങളെ ബേസ് ചെയ്താണ് നമുക്കൊരു എലമെൻറ്റ് നമ്മളൊരു ബോഡിയെ ഡിവൈഡ് ചെയ്യാൻ ഏത് എലമെൻറ്റ് ടൈപ്പ് യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഈ 3 കാര്യത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇതിൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആ ഒരു ബോഡിക്കൊരു ശരിക്കും പറഞ്ഞ ഒരു ഡിഫോർമേഷൻ കാണും, അല്ലെങ്കിൽ ആ ഒരു ബോഡിയിലോട്ട് വരുന്ന ഫോഴ്സസ് ഒക്കെ കാണും. അപ്പോൾ ആ വരുന്ന ഫോഴ്സ് എങ്ങനത്തെ ഫോഴ്സാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ആ ഒരു ബോഡിയിലോട്ട് വരുന്ന ലോഡിങ് അല്ലെങ്കിൽ ആ ബോഡിക്ക് വരുന്ന ഡിഫോർമേഷൻ എന്ത് ടൈപ്പ് ഓഫ് ഡിഫോർമേഷനാണെന്ന് അറിഞ്ഞിരിക്കണം. എന്നിട്ട് ആ ഡിഫോർമേഷന് പറ്റുന്ന ടൈപ്പ് ഓഫ് എലമെൻറ്റ്സേ നമ്മൾ അവിടെ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ ഈ സ്പർ ഗിയർ, ഇപ്പം നേരത്തെ ഈ എക്സാമ്പിൾ തന്നെ നോക്കുക. ഈ സ്പർ ഗിയർ പ്രൊഫൈൽ തന്നെ നോക്കുക. ഈ സ്പർ ഗിയർ ടൂത്ത് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഈ എലമെൻറ്റ് ക്വാഡ്രിലാറ്ററൽ എലമെൻറ്റാണ്. ഇതെല്ലാം ഒരു ക്വാഡ്രിലാറ്ററൽ ഷേപ്പ് എലമെൻറ്റാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ എലമെൻറ്റിൽ ഈ ക്വാഡ്രിലാറ്ററൽ എലമെൻറ്റിനാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇവിടെ വരുന്ന ലോഡിനെ ഒരു പരിധി വരെ ഈ ക്വാഡ്രിലാറ്ററൽ എലമെൻറ്റിനെ താങ്ങി നിർത്താൻ ഉള്ള ശേഷിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ക്വാഡ്രിലാറ്ററൽ എലമെൻറ്റ് നമ്മളൊരു പരിധി വരെ ചൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതിലോട്ട് വരുന്ന ഈ ബോഡിയിൽ എത്രത്തോളം ലോഡ് വരുന്നുണ്ട്, അപ്പോൾ ആ ബോഡിയിൽ എങ്ങനെയൊക്കെ ഡിഫോർമേഷൻ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരു സ്റ്റഡി നടത്തിയിട്ട് വേണം അതിന് അങ്ങനത്തെ ലോഡ് താങ്ങാൻ പറ്റുന്ന എലമെൻറ്റ് ഏതാണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. എന്നിട്ടാണ് നമ്മൾ ഏത് എലമെൻറ്റ് ടൈപ്പ് യൂസ് ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ ഈ ക്വാഡ്രിലാറ്ററൽ എലമെൻറ്റിന് ഇതിലോട്ട് വരുന്ന ലോഡിന് ഒരു നല്ല രീതിയിൽ അത്യാവശ്യം ഹോൾഡ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ക്വാഡ്രിലാറ്ററൽ എലമെൻറ്റ് നമ്മൾ ചൂസ് ചെയ്തത്. ട്രയാങ്കുലർ എലമെൻറ്റിനേക്കാളും ചിലപ്പോൾ ക്വാഡ്രിലാറ്ററൽ എലമെൻ്റ് ആയിരിക്കും. ഇവിടെ നമുക്ക് ഈ ഒരു സ്പർ ഗിയറിൻ്റെ പ്രൊഫൈൽ നമുക്ക് ട്രയാങ്കുലർ എലമെൻ്റ് ആയിട്ടും വെച്ച് നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനേക്കാളും ചിലപ്പോൾ എഫക്റ്റീവ് ഈ ക്വാഡ്രിലാറ്ററൽ എലമെൻ്റ് ആയിരിക്കും.
അപ്പോൾ നമുക്ക് വേണ്ട നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ട ആ ഒരു ബോഡിക്ക് ഏത് എലമെൻറ്റ് ടൈപ്പാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്കൊരു ഏത് എലമെൻറ്റ് ടൈപ്പ് ചൂസ് ചെയ്യണം, ഏത് എലമെൻറ്റ് ടൈപ്പ് വെച്ച് നമുക്ക് ഈ ബോഡിയെ ഡിവൈഡ് ചെയ്യണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ ട്രയാങ്കുലർ എലമെൻറ്റിനേക്കാളും ബെസ്റ്റായിട്ട് ഇത് ക്വാഡ്രിലാറ്ററൽ എലമെൻറ്റ് വെച്ചായിരിക്കും നമുക്ക് ഇതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ചൂസ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ക്വാഡ്രിലാറ്ററൽ എലമെൻറ്റ് ചൂസ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? സോ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യേണ്ട എലമെൻറ്റ് ടൈപ്പിനെ കുറിച്ചൊരു ബേസിക്കായിട്ടുള്ള ഒരു അവെയർനെസ് നമുക്ക് വേണം. അടുത്തതെന്ന് വെച്ചാൽ എക്സ്പെക്റ്റഡ് ആക്യുറസി. ഈ എക്സ്പെക്റ്റഡ് ആക്യുറസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഇപ്പോൾ ചില എലമെൻറ്റ് ടൈപ്പ് യൂസ് ചെയ്താൽ നമുക്ക് റിസൾട്ട്സ് അത്ര ആക്യുറേറ്റ് ആകണമെന്നില്ല. പക്ഷേ ചില എലമെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ആക്യുറേറ്റ് റിസൾട്ട്സ് കിട്ടും. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇതൊരു ട്രയാങ്കുലർ എലമെൻറ്റ്. ഈ ട്രയാങ്കുലർ എലമെൻറ്റിനേക്കാളും ആക്യുറേറ്റ് ആയിരിക്കും റെക്റ്റാങ്കുലർ എലമെൻറ്റ്. കാരണം എന്താ? ബേസിക്കായിട്ടുള്ള കാരണം പറയാം. ഇവിടെ 3 നോഡേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ലോഡൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ 3 നോഡിൻ്റെ റിസൾട്ടേ നമുക്ക് ബേസിക്കായിട്ട് കിട്ടത്തുള്ളൂ. പക്ഷേ നേരെ മറിച്ച് ഇവിടെ ആണെങ്കിൽ 4 നോഡുണ്ട്. സോ റിസൾട്ട് എടുക്കുമ്പോൾ ഈ 4 നോഡ്സിൻ്റെ ലോഡിങ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ നമ്മളൊരു ബോഡിയെ ട്രയാങ്കുലർ എലമെൻറ്റ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് നമുക്ക് റെക്റ്റാങ്കുലർ എലമെൻറ്റ് വെച്ച് നമുക്ക് കിട്ടും. മനസ്സിലായോ? സോ ഒരു എലമെൻറ്റിലെ നോഡിൻ്റെ എണ്ണം കൂടിയാൽ തന്നെ അവിടെ ആക്യുറസി കൂടുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ട് ട്രയാങ്കുലർ നോഡിൽ 3 നോഡേ ഉള്ളൂ, റെക്റ്റാങ്കുലർ നോഡിൽ 4 നോഡുണ്ട്. സോ നമ്മളൊരു ട്രയാങ്കുലർ നോഡ് വെച്ച് ഒരു ബോഡിയെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട്സിനേക്കാളും ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് ആയിരിക്കും നമുക്കൊരു റെക്റ്റാങ്കുലർ എലമെൻറ്റ് വെച്ച് നമുക്ക് കിട്ടുന്നത്. അതാണ് അവിടെ പറയുന്നത്. നമുക്ക് എത്രത്തോളം ആക്യുറസി വേണോ ആ ആക്യുറസിക്ക് അനുസരിച്ച് വേണം നമ്മളൊരു എലമെൻറ്റിനെ ചൂസ് ചെയ്യാൻ. പിന്നെ നെസസറി ഇക്വേഷൻസ് റിക്വയർഡ് എന്ന് വെച്ചാൽ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഒക്കെ ഞാൻ പറഞ്ഞായിരുന്നു. നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ കൊടുക്കാൻ നമ്മളൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷനാണ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ആ ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷനൊക്കെ നമ്മളത് സോൾവ് ചെയ്തെടുക്കുകയാണ് നമ്മൾ നോർമലി ചെയ്യുന്നത്. അപ്പം ഈ എലമെൻറ്റ് ചൂസ് ചെയ്യുന്നതും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇത് റെക്റ്റാങ്കുലർ എലമെൻറ്റ്, ഇത് ട്രയാങ്കുലർ എലമെൻറ്റ്. അപ്പം നമ്മൾ മാക്സിമം ആക്യുറസിക്ക് വേണ്ടി റെക്റ്റാങ്കുലർ എലമെൻറ്റ് ചൂസ് ചെയ്യാമെന്ന് വിചാരിക്കുക. അത് കൂടാതെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷന് നല്ല കോംപ്ലക്സ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ, അപ്പോൾ ഇവിടെ മാക്സിമം നമ്പർ ഓഫ് നോഡ്സും ഉണ്ട്. ഇതിനെ അപേക്ഷിച്ച് നോക്കിയാൽ ട്രയാങ്കുലർ എലമെൻറ്റിനെ അപേക്ഷിച്ച് നോക്കിയാൽ റെക്റ്റാങ്കുലർ എലമെൻറ്റ്സിന് മാക്സിമം നമ്പർ ഓഫ് നോഡും ഉണ്ട്. കൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷനും കൂടെ അല്പം കോംപ്ലക്സ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ കമ്പ്യൂട്ടേഷൻ എടുക്കുന്ന സമയമൊക്കെ ഒത്തിരി കൂടും. അപ്പം അത് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ പെർഫോമൻസിനെ തന്നെയൊക്കെ ചിലപ്പോൾ ബാധിക്കാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ ഒരു മീഡിയം റേഞ്ചിൽ നമ്മൾ വേണം യൂസ് ചെയ്യാൻ. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ മാക്സിമം ആക്യുറസി നോക്കുകയാണെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻസ് അത്ര ഹാർഡുള്ളത് നമ്മൾ ഉപയോഗിക്കരുത്. കൂടാതെ നമ്മളിപ്പോൾ ഹാർഡായിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻസാണ് നമ്മൾ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ എലമെൻറ്റ് ടൈപ്പിൽ അല്പം നമ്മൾ ലീനിയൻസി വരുത്തണം. നമ്മൾ അല്പം ഒത്തിരി ആക്യുറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒത്തിരി നോട്ട്സ് ഉള്ള എലമെൻറ്റ് ടൈപ്പിലോട്ട് പോകാതെ ഒരു മീഡിയം നമ്പർ ഓഫ് നോട്ട്സ് ഉള്ള എലമെൻറ്റ് ടൈപ്പ് യൂസ് ചെയ്യണം. അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയാലേ നമുക്ക് ഇത് കമ്പ്യൂട്ടേഷൻ ടൈം കുറച്ച് നമുക്ക് ഈസി ആയിട്ടുള്ള റിസൾട്ട്സ് നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് കൂടുതൽ ഒത്തിരി പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഇത്രയും മാത്രം അറിഞ്ഞിരിക്കുക. ഈ 3 കാര്യങ്ങളെ ബേസ് ചെയ്തായിരിക്കും നമുക്ക് ഏത് എലമെൻറ്റ് ടൈപ്പ് ചൂസ് ചെയ്യണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഓക്കെ, നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ചുരുക്കി പറയാം, ചില എലമെൻറ്റ് ടൈപ്പിന് ചില ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമുക്ക് കൊടുത്താൽ ശരിയാവത്തില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ലൈൻ ഒരു റെക്റ്റാങ്കുലർ എലമെൻറ്റിൽ കൊടുക്കുന്ന ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഒരു ലൈൻ എലമെൻറ്റിൽ ചിലപ്പം അതിന് താങ്ങാൻ പറ്റത്തില്ല. മനസ്സിലായോ? അതുപോലെ ലൈൻ എലമെൻറ്റിൽ കൊടുക്കുന്ന ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമുക്ക് റെക്റ്റാങ്കുലർ എലമെൻറ്റിൽ കൊണ്ട് കൊടുക്കാനും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് വേണ്ട ആ ഹോൾ ബോഡിയുടെ ഒരു സ്റ്റഡി നടത്തിയിട്ട് ആ ബോഡിക്ക് ചേരുന്ന എലമെൻറ്റ് ടൈപ്പ് നമ്മൾ ചൂസ് ചെയ്യണം. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് വെച്ചാൽ എക്സ്പെക്റ്റഡ് ആക്യുറസി. നമുക്ക് നമ്മുടെ എലമെൻറ്റ് ടൈപ്പിലെ നോഡ് എത്രത്തോളം കൂടി നിൽക്കുന്നു അത്രത്തോളം ആക്യുറേറ്റ് ആയിട്ടായിരിക്കും നമുക്ക് റിസൾട്ട്സ് കിട്ടുന്നത്. അതേസമയം ഈ ആക്യുറസി കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കമ്പ്യൂട്ടേഷൻ ടൈം കൂടുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം ഒരു എലമെൻറ്റ് ടൈപ്പ് നമ്മൾ തീരുമാനിക്കാൻ.
പിന്നെ പറയുന്നുണ്ട് ഇൻ certain problems the given structure can be discretized using a single element cannot be discretized using a single element. In such cases 2 or more element types are used. ചില പ്രോബ്ലത്തിലൊക്കെ നമുക്ക് 2 or 3 എലമെൻറ്റ് ടൈപ്പ് ഒക്കെ നമ്മൾ ഒരു സ്ട്രക്ചറിൽ തന്നെ യൂസ് ചെയ്യുന്ന പ്രോബ്ലം ഒക്കെ വരും. അപ്പോൾ അത് 2 or 3 എലമെൻറ്റ് ടൈപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. കാര്യം നമുക്ക് അങ്ങനെ ചില പ്രോബ്ലമൊക്കെ അങ്ങനെ ചെയ്താലേ നമുക്ക് ആൻസർ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് അറിഞ്ഞിരിക്കുക. അടുത്ത സ്ലൈഡ് എന്ന് പറയുന്നത് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്ട്രക്ചറും അതിൻ്റെ യൂസ് ചെയ്തേക്കുന്ന എലമെൻറ്റ് ടൈപ്പുമാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇത് നോക്കുവാണെങ്കിൽ ഇത് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു സ്ട്രക്ചറാണ്. ഇലക്ട്രിസിറ്റി കേബിളൊക്കെ നമ്മൾ കടത്തി വിടുന്നു, അങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ് ഈ ഒരു സ്ട്രക്ചർ. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് ഇതിൻ്റെയൊക്കെ അനാലിസിസ് ചെയ്യുവാണെങ്കിൽ നമ്മളൊരു ഇത് അനാലിസിസ് ചെയ്യാൻ നമ്മൾ ബാർ എലമെൻറ്റ് യൂസ് ചെയ്താൽ മതി. ഇങ്ങനൊരു സ്ട്രക്ചർ വലിച്ചിട്ട് ഈ ഓരോ എലമെൻറ്റ് ഒരു ബാർ എലമെൻ്റായിട്ട് കൺസിഡർ ചെയ്ത് നമുക്ക് അതിൻ്റെ അനാലിസിസ് വേണേൽ നടത്താം. അടുത്തതെന്ന് വെച്ചാൽ നമ്മളൊരു ഷോർട്ട് ബീമിൻ്റെ സ്റ്റഡിയാണ് നടത്തുന്നതെങ്കിൽ, ഇങ്ങനൊരു ഷോർട്ട് ബീമിൽ ഇവിടെ വരുന്ന ഫോഴ്സസിൻ്റെ സ്റ്റഡിയാണ് നടത്തുന്നതെങ്കിൽ നമുക്ക് അവിടെ ഇതുപോലൊരു എലമെൻറ്റ് ടൈപ്പ് ഒരു ബ്രിക്ക് എലമെൻറ്റ് നമുക്ക് വേണേൽ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ഹോൾ ബോഡിയെ നമ്മൾ പല എലമെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിലെ ഒരു എലമെൻറ്റ് ഇങ്ങോട്ട് മാറ്റിയെടുത്ത് വരച്ചെന്നേ ഉള്ളൂ. സോ ഇങ്ങനെ പല എലമെൻറ്റ്സ് വെച്ച് നമുക്ക് ഈ ഒരു ഹോൾ ബോഡിയെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇതൊരു 3 ഡയമെൻഷണൽ എലമെൻറ്റാണ്. അപ്പോൾ 3 ഡയമെൻഷണൽ ബോഡി ആകുമ്പോൾ നമ്മൾ 3 ഡയമെൻഷണൽ എലമെൻറ്റ് വെച്ച് വേണം നമ്മൾ അത് വരയ്ക്കാൻ. മനസ്സിലായോ? ഇപ്പോൾ 2D ബോഡി ആണെങ്കിൽ 2 ഡയമെൻഷണൽ ഫിഗർ ആണെങ്കിൽ 2D എലമെൻറ്റ് യൂസ് ചെയ്യുക. 3 ഡയമെൻഷണൽ ഫിഗർ ആണെങ്കിൽ 3 ഡയമെൻഷണൽ ബോഡി ആണെങ്കിൽ 3D എലമെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇത് കണ്ടോ, അടുത്തത് ഒരു ഷെൽ എലമെൻറ്റാണ്, ഒറിജിനൽ ഷെൽ എലമെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റഡീസ് നടത്താൻ നമുക്ക് പല രീതിയിൽ സാധിക്കും. പല എലമെൻറ്റ് ടൈപ്പ് വെച്ച് ഇതിൻ്റെ നമുക്ക് ഡിസ്ക്രിറ്റൈസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇതുണ്ട്, യൂസിങ് കോണിക്കൽ റിംഗ് എലമെൻറ്റ്. ഇങ്ങനെ റിംഗ് ഷേപ്പിൽ നമുക്കിങ്ങനെ ഒരു പല റിങ്സ് അറേഞ്ച് ചെയ്ത് നമുക്ക് ഈ ഒരു ഹോൾ ബോഡിയെ നമുക്ക് വേണേൽ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് റിംഗ് എലമെൻറ്റ് വേണേൽ യൂസ് ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ ഇതിനെ ഫ്ലാറ്റ് ട്രയാങ്കുലർ പ്ലേറ്റ് എലമെൻറ്റ്, ഇങ്ങനെ ചെറിയ ട്രയാങ്കുലർ പ്ലേറ്റ് എലമെൻ്റ് ആയിട്ട് നമുക്കിതിനെ വേണേൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ യൂസിങ് കേർഡ് ട്രയാങ്കുലർ പ്ലേറ്റ് എലമെൻറ്റ്, ഇങ്ങനെ ചെരിഞ്ഞ കേർവ്ഡ് ആയിട്ടുള്ള ട്രയാങ്കുലർ പ്ലേറ്റ് എലമെൻറ്റ് വെച്ച് നമുക്ക് ഈ ഒരു ഹോൾ ബോഡിയെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച് നമ്മൾ തീരുമാനിക്കണം ഏത് എലമെൻറ്റ് വെച്ച് നമുക്കിതിനെ ഡിവൈഡ് ചെയ്താൽ എനിക്ക് ഏറ്റവും കറക്റ്റ് റിസൾട്ട് കിട്ടുന്നത്. എൻ്റെ ആപ്ലിക്കേഷൻ ഇതാണ്. അപ്പം ഈ ആപ്ലിക്കേഷൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള എലമെൻറ്റ് ടൈപ്പ് ഏതാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു ബോധം വേണം. എങ്കിലേ നമുക്കിതിൻ്റെ എലമെൻറ്റ് ടൈപ്പ് നമുക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഇത്രയും സ്ലൈഡ്സിൽ പറയുന്നത്. നെക്സ്റ്റ് എന്ന് വെച്ചാൽ സൈസ് ഓഫ് എലമെൻറ്റ്. അപ്പോൾ നമ്മളീ പറഞ്ഞു വന്നത് നമ്മളൊരു ഡിസ്ക്രിറ്റൈസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിൽ ടൈപ്പ് ഓഫ് എലമെൻറ്റ് നമ്മളിപ്പോൾ കണ്ടു. അടുത്തത് സൈസ് ഓഫ് എലമെൻറ്റ്. ഇവിടെ പറയുന്നത് ഇഫ് ദ സൈസ് ഓഫ് ദ എലമെൻറ്റ് ഈസ് മോർ ദെൻ ദ ഫൈനൽ സൊല്യൂഷൻ ഈസ് മോർ ആക്യുറേറ്റ് ബട്ട് ദ കമ്പ്യൂട്ടേഷൻ ടൈം വിൽ ബി സ്മോൾ. എന്ന് വെച്ചാൽ ഒരു ബോഡിയെ നമ്മളിപ്പോൾ എത്രത്തോളം ചെറുതാക്കി ഡിവൈഡ് ചെയ്ത് ഡിസ്ക്രിറ്റൈസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട്സ് കിട്ടും. അതാണ് പറയുന്നത്. എത്രത്തോളം ആക്യുറേറ്റ് ആകുന്നോ അതിനനുസരിച്ച് നമുക്ക് കമ്പ്യൂട്ടേഷൻ ടൈം കൂടുതലായിരിക്കും. ഓക്കെ, the aspect ratio is defined as the ratio of the largest diameter of the element to the smallest dimension. The aspect ratio should be close to unity for better results. നമ്മൾ വരയ്ക്കുന്ന ഒരു വസ്തുവിൻ്റെ ലാർജസ്റ്റ് ഡയമീറ്റർ ടു ലാർജസ്റ്റ് ഡയമെൻഷൻ ടു ദ സ്മോളസ്റ്റ് ഡയമെൻഷൻ്റെ റേഷ്യോയാണ് നമ്മൾ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത്. അത് നിയർ ടു 1 ആണെങ്കിൽ എപ്പോഴും നമുക്ക് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്സ് നമുക്ക് കിട്ടും. അടുത്തത് ലൊക്കേഷൻ ഓഫ് ദ നോഡ്സ്. തേർഡ് പോയിന്റ് പറയുന്നത് ലൊക്കേഷൻ ഓഫ് നോഡ്സ് ആണ്. ലൊക്കേഷൻ ഓഫ് നോഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഇഫ് ദ സ്ട്രക്ചർ ഹാസ് അബ്രപ്റ്റ് ചേഞ്ചസ് ഇൻ ജോമെട്രിക് ലോഡ്, ബൗണ്ടറി കണ്ടീഷൻസ് ആൻഡ് മെറ്റീരിയൽ പ്രോപ്പർട്ടി, ദ സ്ട്രക്ചർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു ഈക്വൽ സബ്ഡിവിഷൻസ്. സോ ദ സ്പേസിംഗ് ഓഫ് ദ നോഡ്സ് ഈസ് യൂണിഫോം. If there is any discontinuity in any of the properties, nodes should be introduced at these discontinuities. എന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് നമ്മൾ മോഡൽ ചെയ്യേണ്ട സ്ട്രക്ചറിന് എന്തെങ്കിലും അബ്രപ്റ്റ് അതിൻ്റെ ലോഡിങ്ങിൽ എന്തെങ്കിലും ചേഞ്ചസോ ബൗണ്ടറി കണ്ടീഷൻസിലോ മെറ്റീരിയൽ പ്രോപ്പർട്ടിയിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടെങ്കിൽ ദ സ്ട്രക്ചർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു ഈക്വൽ സബ്ഡിവിഷൻ. സോ ദ സ്പേസിംഗ് ഓഫ് ദ നോഡ് ഈസ് യൂണിഫോം. ഉദാഹരണത്തിന് ഈ ഫിഗർ നോക്കിക്കേ. ഈ ഫിഗർ നോക്കുവാണെങ്കിൽ ഇങ്ങനൊരു സ്ട്രക്ചറായിരുന്നു ആദ്യമേ. പിന്നെ അതിൻ്റെ തൊട്ട് ആ ഒരു സ്ട്രക്ചറിൽ തന്നെ ഇതിൻ്റെ സൈസ് ചെറുതാക്കിയിട്ടുള്ളതാണ് അടുത്ത ഒരു സ്ട്രക്ചർ ചേർന്ന് വന്നിരിക്കുന്നത്.
അതിനേക്കാളും ചെറിയൊരു സ്ട്രക്ചറാണ് അടുത്ത ഒരു സ്ട്രക്ചർ ചേർന്ന് വന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ സൈസിൽ ഒരു ഡിസ്കണ്ടിന്യൂറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ വന്നത്. ഈ ജോമെട്രിക് ആയിട്ടുള്ള ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഈ ഒരു ഷേപ്പല്ല ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും, ഇവിടുത്തെ ഈ ഒരു ഷേപ്പല്ല ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും. സോ നമുക്ക് എല്ലായിടത്തും ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ പറയുന്നത് ആ ഡിസ്കണ്ടിന്യൂറ്റി വരുന്നിടത്തെല്ലാം നമ്മളൊരു നോഡ് പ്ലേസ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതാണ് ഈ തൊട്ട് മുമ്പിലത്തെ സ്ലൈഡ് ഈ ലാസ്റ്റ് പോയിന്റ് പറയുന്നത്. ഇഫ് ദർ ഈസ് എനി ഡിസ്കണ്ടിന്യൂറ്റി നോഡ് ഷുഡ് ബി ഇൻട്രൊഡ്യൂസ് അറ്റ് ദിസ് ഡിസ്കണ്ടിന്യൂറ്റി. അപ്പോൾ ഇങ്ങനെ ജോമെട്രിക്കലായിട്ടുള്ള ഡിസ്കണ്ടിന്യൂറ്റീസ് എവിടെയൊക്കെ വരുന്നോ അവിടെയൊക്കെ നമ്മൾ ഓരോ നോഡ് പ്ലേസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത ഫിഗറിൽ ഇതാണ് കാണിക്കുന്നത്. ലോഡിങ്ങിലുള്ള ഡിസ്കണ്ടിന്യൂറ്റിയാണ് കാണിക്കുന്നത്. ഇവിടെ തൊട്ട് ഇവിടെ വരെ ഒരു പർട്ടിക്കുലർ ലോഡായിരുന്നു, പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ലോഡിങ് കൂടി. അപ്പോൾ ആ ലോഡിങ് എവിടെയാണോ കൂടുന്നത് ആ പോർഷനിൽ നമ്മളൊരു നോഡ് ഇവിടെ പ്ലേസ് ചെയ്യണം. അതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. എവിടെയൊക്കെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ജോമെട്രിക് കണ്ടീഷനിലോ ലോഡിങ്ങിലോ ബൗണ്ടറി കണ്ടീഷൻസിലോ എവിടെയെങ്കിലും ഒരു ഡിസ്കണ്ടിന്യൂറ്റി വന്നാൽ അവിടെ എല്ലാം നമ്മൾ നോഡ് പ്ലേസ് ചെയ്യണം. അടുത്ത ഡിസ്കണ്ടിന്യൂറ്റി പറയുന്നത് ഡിസ്കണ്ടിന്യൂറ്റി ഇൻ ബൗണ്ടറി കണ്ടീഷൻസ്. ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, ഇങ്ങനൊരു സ്ട്രക്ചറായിരുന്നു, പക്ഷെ പെട്ടെന്ന് അതിൻ്റെ ഇടയ്ക്കൊരു ചെറിയൊരു ഗ്യാപ്പ് വന്നു. അപ്പം ബാക്കിയെല്ലാം റെഗുലറായിട്ട് ഇവിടെ ഒന്നും കുഴപ്പമില്ല, റെഗുലറായിട്ടുള്ള ഇതായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഷേപ്പിലൊരു വ്യത്യാസം, ഇവിടെ ഇത്രയും ഒരു പോർഷൻ വേക്കൻ്റ് ആയിട്ട് വന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ക്രാക്ക്ഡ് പ്ലേറ്റ് അണ്ടർ ലോഡിങ്, ഒരു ക്രാക്ക്ഡ് പ്ലേറ്റിൻ്റെ അനാലിസിസ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബൗണ്ടറി കണ്ടീഷൻസ് ഇവിടെ ഇങ്ങനെ ലോഡിങ് വരുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ ലോഡിങ് വരുന്നുണ്ട്. അങ്ങനെ രണ്ട് സൈഡിൽ ലോഡിങ് വരുന്ന സമയത്ത് ആ ഒരു സ്ട്രക്ചറിലൊരു ഡിസ്കണ്ടിന്യൂറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഒരു ഡിസ്കണ്ടിന്യൂറ്റി വരുന്ന ഏരിയയിൽ മാക്സിമം നമ്പർ ഓഫ് നോഡ്സിനെ നമ്മൾ അസൈൻ ചെയ്യണം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഡിസ്കണ്ടിന്യൂറ്റി ഇൻ ബൗണ്ടറി കണ്ടീഷൻസ്. ഈ രണ്ടിടത്തും നമ്മൾ ബൗണ്ടറി ലോഡിങ് വരുന്നുണ്ട്, ഇവിടെ ലോഡിങ് വരുന്നുണ്ട്, ഇവിടെ ലോഡിങ് വരുന്നുണ്ട്. ആ ഒരു സെയിം സമയത്ത് ഇങ്ങനെ ഒരു സ്ട്രക്ചറിലൊരു പ്രശ്നം കാണിക്കുവാണെങ്കിൽ അവിടെ എല്ലാം നമ്മൾ നോഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, പിന്നെ അടുത്ത മെറ്റീരിയൽ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് വെച്ചാൽ ഇതൊരു മെറ്റീരിയലാണ്. എന്ന് വെച്ചാൽ മുകളിൽ സ്റ്റീലും താഴെ അലൂമിനിയമാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് മെറ്റീരിയൽ ചേർന്ന് വരുന്ന അനാലിസിസൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ ആ രണ്ട് മെറ്റീരിയലിൻ്റെ ബൗണ്ടറീസിൽ നമ്മൾ മാക്സിമം നമ്പർ ഓഫ് നോഡ്സ് കൊടുക്കണം. അങ്ങനെ വേണം നമ്മളെ സ്റ്റഡീസ് നടത്താൻ. അപ്പോൾ ഇന്ന സ്ഥലത്തെല്ലാം നമ്മൾ ഈ പറയുന്ന ഏരിയാസിലെല്ലാം നമ്മൾ മാക്സിമം നമ്പർ ഓഫ് നോഡ്സ് ആ ഡിസ്കണ്ടിന്യൂറ്റി എവിടെയൊക്കെ വരുന്നോ അവിടെ എല്ലാം നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അടുത്ത നമ്മുടെ ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതിനകത്തെ നാലാമത്തെ പോയിൻ്റ്. സൈസ് ഓഫ് ടൈപ്പ് ഓഫ് എലമെൻറ്റ് പറഞ്ഞു, സൈസ് ഓഫ് എലമെൻറ്റ് പറഞ്ഞു, ലൊക്കേഷൻ ഓഫ് നോട്ട്സ് എവിടെയൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി ലാസ്റ്റ് വൺ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്. ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ടു ബി സെലക്റ്റഡ് ഫോർ ഡിസ്ക്രിറ്റൈസേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫോളോയിങ് ഫാക്ടേഴ്സ്. എത്ര നമ്പർ ഓഫ് ഒരു ബോഡിയെ നമ്മൾ എത്ര എലമെൻറ്റ് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യണമെന്ന് നമ്മൾ ആദ്യമേ തന്നെ തീരുമാനിക്കണം. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിക്കേ, ഈ സ്പർഗിയറിൻ്റെ ആ ഒരു പ്രൊഫൈൽ നോക്കുവാണെങ്കിൽ ഇത് കണ്ടോ, ഇതൊരു എലമെൻറ്റ് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 ഈ ഒരു ഹോൾ സ്പർഗിയറിന് നമ്മൾ 26 എലമെൻറ്റ് വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം അതുപോലെ നമുക്ക് നേരത്തെ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം എത്ര എലമെൻറ്റ് വെച്ച് നമ്മളിതിനെ ഡിവൈഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ തീരുമാനിക്കണം. ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ടു ബി സെലക്റ്റഡ് ഫോർ ഡിസ്ക്രിറ്റൈസേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫോളോയിങ് ഫാക്ടർ. അപ്പോൾ എത്ര നമ്പർ ഓഫ് എലമെൻറ്റ് വെച്ച് ഡിവൈഡ് ചെയ്യണം എന്നുള്ളത് ഈ മൂന്ന് കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ആക്യുറസി ഡിസൈഡ്, സൈസ് ഓഫ് ദ എലമെൻറ്റ്, നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇൻവോൾവ്. നമുക്ക് എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ സൊല്യൂഷൻ വേണോ അപ്പം അതിനനുസരിച്ച് നമ്മൾ നമ്പർ ഓഫ് എലമെൻറ്റ്സിൻ്റെ നമ്പർ നമ്മൾ കൂട്ടി കൊടുക്കണം. എലമെൻറ്റ് നമ്പർ എത്രയും കൂടിയിരിക്കുന്നോ അത്രയും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട്സ് കിട്ടും. അതുപോലെ തന്നെ സൈസ് ഓഫ് എലമെൻറ്റ്. ഇപ്പം നമ്മുടെ ഒരു എലമെൻറ്റിൻ്റെ സൈസും കൂടെ ആശ്രയിച്ചാണ് നമ്മുടെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഒരു എലമെൻറ്റ് സൈസ് വലുതാണെങ്കിൽ എലമെൻറ്റ് സൈസ് കൂടുന്നതിനനുസരിച്ച് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ സ്പർഗിയറിൻ്റെ ഫിഗർ തന്നെ നോക്കുക. ഈ സ്പർഗിയറിൻ്റെ എലമെൻറ്റ് സൈസ് കൂടിയാൽ എന്തോ സംഭവിക്കുന്നത്? ഈ സ്പർഗിയറിൻ്റെ എലമെൻറ്റ് സൈസ് കൂടിയാൽ, ഇതിൻ്റെ ഒരു എലമെൻറ്റിൻ്റെ സൈസ് കൂടിയാൽ നോർമലി ഇതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് അതിനനുസരിച്ച് കുറയും. ഇപ്പോൾ ഈ സൈസ് കുറയുവാണെങ്കിലോ, ഇവിടെ ഉള്ള സൈസ് ഇപ്പോൾ ഈ വരച്ചിരിക്കുന്ന സൈസിനേക്കാളും കുറഞ്ഞ സൈസാണെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് നോർമലി ആക്യുറസിയും കൂടുതലായിരിക്കും.
ഇപ്പോൾ ഈ ഒരു എലമെൻറ്റിൻ്റെ സൈസ് കൂടുതലാണെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് മൊത്തത്തിലുള്ള 26 ഇപ്പോൾ ഈ ഒരു ക്വാഡ്രിലാറ്ററൽ എലമെൻറ്റിൻ്റെ സൈസ് കൂടിയാൽ എന്ത് സംഭവിക്കും? ഇപ്പം മൊത്തത്തിൽ ഇത് 26 എലമെൻറ്റാണ് ഉള്ളത്. ഇതിൻ്റെ ഓരോ എലമെൻറ്റിൻ്റെ സൈസ് കൂടാൻ തുടങ്ങിയാൽ അത് ചിലപ്പോൾ 20 എലമെൻറ്റ് ടോട്ടൽ ഈ ഹോൾ ബോഡിയെ നമുക്ക് 20 എലമെൻറ്റ് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ആ എലമെൻറ്റ് സൈസ് കുറയുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ആക്യുറസിയും കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ആശ്രയിച്ച് വേണം നമ്മൾ എത്ര നമ്പർ ഓഫ് എലമെൻറ്റ്സ് വെച്ച് നമ്മളൊരു ബോഡിയെ ഡിവൈഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കാൻ. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. If the number of elements in the structure is increased, the final solution is expected to accurate. എത്ര നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആക്കി നമ്മൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്രത്തോളം കൂട്ടാൻ സാധിക്കുന്നുവോ അത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട്സ് കിട്ടും. The use of larger number of elements involve a larger number of degrees of freedom and will increase the memory requirement. എലമെൻറ്റ് സൈസ് കൂടുന്നതിനനുസരിച്ച് മെമ്മറി റിക്വയർമെൻറ്റും കൂടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ജനറലായിട്ട് നമ്മൾ ഡിസ്ക്രിറ്റൈസേഷനെ കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കേണ്ടത്. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഷേപ്പ് ഫംഗ്ഷനാണ്. ഷേപ്പ് ഫംഗ്ഷൻ ഈസ് ദ ഫംഗ്ഷൻ വിച്ച് ഇൻ്റർപ്ലോയ്സ് ദ സൊല്യൂഷൻ ബിറ്റ്വീൻ ദ ഡിസ്ക്രീറ്റ് വാല്യൂസ് ഒബ്റ്റെയിൻഡ് അറ്റ് ദ നോട്ട്സ്. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ ഷേപ്പ് ഫംഗ്ഷനെ കുറിച്ച് ഇപ്പോൾ പറയുവാണെങ്കിൽ ഒരു ബോഡിയിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ബോഡിയിൽ ഡിഫോർമേഷൻസ് സംഭവിക്കുന്നുണ്ട് അല്ലേ. അപ്പം നമുക്ക് നോർമലി ഈ ആൻസേഴ്സ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു ബോഡിയിൽ നമ്മളൊരു ഫോഴ്സ് കൊടുത്താൽ ഓരോ നോട്ട്സിലും ഉള്ള ഡിഫോർമേഷനാണ് യൂഷ്വലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നോട്ട്സ് ഉള്ള പൊസിഷനിലേക്ക് ഡിഫോർമേഷൻ, സ്ട്രെസ്, സ്ട്രെയിനെ പോലത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നോട്ട്സ് ഇല്ലാത്ത ഭാഗങ്ങൾ കൊണ്ടൊരു ബോഡി കൺസിഡർ ചെയ്താൽ അപ്പോൾ അങ്ങനത്തെ ഏരിയയിലുള്ള സ്ട്രെസ്സോ സ്ട്രെയിനോ അതുപോലെ തന്നെ എന്തെങ്കിലും ഡിഫോർമേഷൻസോ ഡിസ്പ്ലേസ്മെൻറ്റോ ഒക്കെ കണ്ടുപിടിക്കുന്നത് നമ്മൾ ഈ ഷേപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? സോ കുറച്ചുകൂടെ വ്യക്തമാക്കി തരാം. ഷേപ്പ് ഫംഗ്ഷൻ്റെ ഒരു ആപ്ലിക്കേഷൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇതൊരു സ്പർഗിയർ ടീത്തിൻ്റെ ഫിഗറാണ്. ഓൾറെഡി അതൊക്കെ നമ്മൾ പഠിച്ചത്. അതിനകത്ത് നമുക്ക് നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഈ ഫിഗറിൽ പല നോട്ട്സുകൾ നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റോ അല്ലെങ്കിൽ സ്ട്രെസ്സോ സ്ട്രെയിനോ അനാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ സോഫ്റ്റ്വെയർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഈ നോഡിലുള്ള സ്ട്രെസ്സ്, സ്ട്രെയിൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ ഒക്കെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നത്. എത്ര നോഡുണ്ടോ ആ നോഡിലുള്ള വാല്യൂസാണ് നമുക്ക് കിട്ടുന്നത്. നോർമലി അതാണ് നമുക്ക് കിട്ടുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ടോട്ടൽ വാല്യൂ ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടോട്ടൽ എത്രത്തോളം വരുന്നുണ്ട് അതാണ് നമുക്കൊരു ടോട്ടൽ വാല്യൂ ആയിട്ട് കിട്ടുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഈ നോഡിലുള്ള സ്ട്രെസ്സ് അല്ലെങ്കിൽ ഈ നോഡിലുണ്ടാകുന്ന സ്ട്രെയിൻ അല്ലെങ്കിൽ ഈ നോഡിലുള്ള വോൺമൈസ് സ്ട്രെസ് ഒക്കെയാണ് നമുക്ക് കാണേണ്ടതെങ്കിൽ ആ നോഡിലുള്ള ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലെ ആ നോഡിലുള്ള വാല്യൂസാണ് അത് നമുക്ക് തരുന്നത്. നോർമലി അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഫിഗർ ഈ ഒരു സ്പർഗിയർ ടീത്ത് നോക്കിയാൽ തന്നെ ഈ നടുക്കത്തെ ഭാഗത്തൊന്നും നോഡ് കൺസിഡർ ചെയ്തിട്ടില്ല. ഇതുണ്ടോ, ഈ നടുക്കത്തെ ഭാഗത്തൊന്നും ഇവിടെ ഒന്നും നോഡില്ല. ഈ ഭാഗമൊക്കെ നോഡില്ലാത്ത ഭാഗങ്ങളാണ്. അപ്പം ഈ നോഡില്ലാത്ത ഭാഗങ്ങളിലെയും സ്ട്രെസ്, സ്ട്രെയിൻ അല്ലെങ്കിൽ സ്ട്രക്ചറലായിട്ടുള്ള കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. നോഡിലുള്ള മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ഈ ഒരു ഫുൾ ബോഡിയുടെ അനാലിസിസ് ചെയ്തെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നോഡില്ലാത്ത പോർഷൻസിലെ നമുക്ക് ഫോർ എക്സാമ്പിൾ സ്ട്രെസ്സാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നോഡില്ലാത്ത പോയിന്റിലെ സ്ട്രെസ് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റണം. അല്ലെങ്കിൽ ഒരു സ്ട്രെയിൻ അനാലിസിസാണ് നമുക്ക് ചെയ്യുന്നതെങ്കിൽ നോഡില്ലാത്ത പോയിന്റിലെ സ്ട്രെയിൻ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റണം അല്ലേ. അപ്പോൾ അങ്ങനെ നോഡില്ലാത്ത സ്ഥലത്തുള്ള നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ ടാബുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഷേപ്പ് ഫംഗ്ഷൻ. മനസ്സിലായോ? സോ ഷേപ്പ് ഫംഗ്ഷൻ അതിനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു ഒബ്ജക്റ്റിലെ നോഡില്ലാത്ത ഭാഗത്തെ കൂടെ അതിൻ്റെ ഇപ്പോൾ സ്ട്രക്ചറൽ അനാലിസിസ് ആണെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറൽ അനാലിസിസ് നോഡില്ലാത്ത ഭാഗത്തെ കൂടെ സ്ട്രക്ചറൽ അനാലിസിസ് നമുക്ക് ഷേപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ച് വേണേൽ കണ്ടുപിടിക്കാം. മനസ്സിലായോ? സോ അതാണ് ഷേപ്പ് ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ നോഡ്സ് പ്രസൻ്റ് അല്ലാത്ത സ്ഥലത്തെ കൂടെ സ്റ്റഡീസ് ഇപ്പം സ്ട്രെസ്സിൻ്റെ ഒരു അനാലിസിസ് നടത്തുന്നതെങ്കിൽ നോഡില്ലാത്ത സ്ഥലത്തെ സ്ട്രെസ്സ് കണ്ടുപിടിക്കണം. സ്ട്രെയിൻ അനാലിസിസ് നടത്തുന്നതെങ്കിൽ നോഡില്ലാത്ത സ്ഥലത്തെ സ്ട്രെയിൻ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റണം. ഇപ്പോൾ ഡിഫ്ലക്ഷൻ നമുക്ക് ചെയ്യേണ്ടതെങ്കിൽ നോഡില്ലാത്ത സ്ഥലത്തെയും ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റണം. സോ നോഡ് ഉള്ള ഭാഗത്ത് മാത്രമല്ല നോഡില്ലാത്ത ഭാഗത്തെയും അനാലിസിസ് നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഷേപ്പ് ഫംഗ്ഷൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അതാണ് പറയുന്നത്.
The values of the field variable computed at the nodes are used to approximate the value at the non-nodal points by interpolation of the nodal values. അപ്പോൾ നമുക്ക് ഈ നോഡ് ഇല്ലാത്ത ഭാഗത്തെയും കൂടെ നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കണമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി, ഫോർ എക്സാമ്പിൾ എനിക്ക് നടുക്കത്തെ ഒരു സ്ട്രെസ്സ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, ഞാൻ ഈ കർസർ വെച്ചിരിക്കുന്ന അടുത്ത സ്ട്രെസ്സാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ സോഫ്റ്റ്വെയർ ഇതേ ചെയ്യത്തുള്ളൂ. നമുക്ക് അടുത്തുള്ള നോഡ്സിലെ വാല്യൂസ് ഏകദേശം എത്രയാണെന്നൊക്കെ നോക്കും. അതിനനുസരിച്ച് അത് ഈ നടുക്കത്തെ ഏരിയയിലെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. അതാണ് നോർമലി ചെയ്യുന്നത്. ഇതിന് ചുറ്റുപാടുമുള്ള നോഡ്സിലെ വാല്യൂസ് ഏകദേശം എത്ര റേഞ്ചാണ് വരുന്നതെന്ന് നോക്കുന്നു. അതിനനുസരിച്ച് ഈ ഒരു ഭാഗത്ത് വരാൻ ചാൻസ് ഉള്ള, ഇപ്പോൾ സ്ട്രെസ് അനാലിസിസ് ആണെങ്കിൽ സ്ട്രെസ് അത് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഷേപ്പ് ഫംഗ്ഷൻ ഇത് അനാലിസിസ് കൈകാര്യം ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ടെക്സ്റ്റ് നമുക്ക് ഇതൊരു ഷേപ്പ് ഫംഗ്ഷൻ എന്നുള്ള കാര്യം നമുക്ക് ടെക്സ്റ്റ് വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് പിടികിട്ടണമെന്നില്ല. എന്നുവെച്ചാൽ ഈ ഫിഗറിനകത്ത് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കൺസിഡർ എ ട്രയാങ്കുലർ എലമെൻറ്റ്, ഒരു ട്രയാങ്കുലർ എലമെൻറ്റ് നോക്കുക. കൺസിഡർ എ ട്രയാങ്കുലർ എലമെൻറ്റ് വിത്ത് 3 നോഡ്. അപ്പോൾ ഈ ട്രയാങ്കുലർ എലമെൻറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ 1, 2, 3 നോഡുണ്ട് ഈ ട്രയാങ്കുലർ എലമെൻറ്റ് അല്ലേ. ഈ ട്രയാങ്കുലർ എലമെൻറ്റ് എന്തുവാ? അതെന്ത് എലമെൻറ്റാണ്? അത് 2D എലമെൻറ്റാണ്. നമ്മൾ നേരത്തെ കണ്ടു 2D എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ. 2D എലമെൻറ്റ്സ് വേറെ ഏതൊക്കെയാണ് ഉള്ളത്? 2D എലമെൻറ്റ്സ് റെക്റ്റാങ്കുലർ എലമെൻ്റ് ഉണ്ട്, ക്വാഡ്രിലാറ്ററൽ എലമെൻ്റ് ഉണ്ട്, ട്രയാങ്കുലർ എലമെൻ്റ് ഉണ്ട്. അപ്പം ആ 2D എലമെൻറ്റിനകത്തെ ഒരു ട്രയാങ്കുലർ എലമെൻ്റാണ് ഇവിടെ മാറ്റി വരച്ചിരിക്കുന്നത്. അതിലെ നോഡ്സ് വരുന്ന ഭാഗങ്ങൾ ഒന്നിത് 3 സ്ഥലത്തെ നോഡൽ പോയിൻറ്റ്സ് ആണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്. ഈ നടുക്കൊന്നും ശരിക്കും നോഡ്സ് ഇല്ല, അതുകൊണ്ടാണ് ഇവിടെ നോഡൽ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. അപ്പം ഈ ഇവിടെ പറയുന്നത് കൺസിഡർ എ ട്രയാങ്കുലർ എലമെൻറ്റ് വിത്ത് 3 നോഡ്. ദ ഫീൽഡ് വേരിയബിൾസ് ആർ ഡിസ്ക്രൈബ്ഡ് ബൈ ദ ഫോളോയിങ് അപ്രോക്സിമേറ്റ് ഇക്വേഷൻ. അപ്പോൾ ഈ ഒരു ട്രയാങ്കുലർ എലമെൻറ്റിൽ ഇപ്പോൾ ഞാൻ ഇതിൽ വരുന്ന ഒരു ഡിഫ്ലക്ഷനാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ആ ഡിഫ്ലക്ഷനെ ഞാൻ ഫൈ ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുക. എക്സ് വൈ ഉപയോഗിക്കാൻ കാര്യം ഇത് 2 ഡയമെൻഷനിലുണ്ട്, എക്സ് ഡയറക്ഷനുണ്ട്, വൈ ഡയറക്ഷനുണ്ട്. സോ ഇവിടെ വരുന്ന ദ ഫീൽഡ് വേരിയബിൾസ് ആർ ഡിസ്ക്രൈബ്ഡ് ബൈ ദ ഫോളോയിങ് അപ്രോക്സിമേറ്റ് ഇക്വേഷൻ. അപ്പോൾ ഈ ഫീൽഡ് വേരിയബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ അതൊരു ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ ആകാം, ചിലപ്പോൾ ഒരു സ്ട്രെസ്സിൻ്റെ വാല്യൂ ആകാം, ചിലപ്പോൾ സ്ട്രെയിനിൻ്റെ വാല്യൂ ആകാം, ചിലപ്പോൾ എന്തെങ്കിലും തെർമലായിട്ടുള്ള കാര്യങ്ങളാകാം, ഹീറ്റ് ഫ്ലക്സ് ആകാം. അങ്ങനത്തെ എന്ത് കാര്യത്തിനെ നമുക്ക് ഫീൽഡ് വേരിയബിൾ എന്ന് പറയാം. സോ ഈ ഒരു ഹോൾ എലമെൻറ്റിനെ കൺസിഡർ ചെയ്ത് നമ്മളതിൻ്റെ ഏത് ഫീൽഡ് വേരിയബിൾ ആണെങ്കിലും നമുക്കതിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഫൈ ഓഫ് എക്സ് വൈ ഇസിക്കൽ ടു n1 x, y of phi1 plus n2 x, y of phi2 plus n3 x, y of phi3, where phi1, phi2, phi3 are the field variables, n1, n2, n3 are the shape function. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഫീൽഡ് വേരിയബിൾസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ദ ഫീൽഡ് വേരിയബിൾസ് ആർ ഡിസ്ക്രൈബ്ഡ് ബൈ ദ ഫോളോയിങ് അപ്രോക്സിമേറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞു. ഫീൽഡ് വേരിയബിൾസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആകാം, സ്ട്രെസ് ആകാം, സ്ട്രെയിൻ ആകാം, എന്ത് വേണേലും ആകാം. ഇപ്പോൾ തൽക്കാലം ഇതൊരു ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് നമ്മൾ ഞാൻ ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ ഹോൾ ട്രയാങ്കുലർ എലമെൻറ്റിൽ വരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് ഫൈ ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞ് ഇൻഡിക്കേറ്റ് ചെയ്യുവാണെങ്കിൽ അതിൽ n1 xy ഓഫ് phi1 എന്ന് പറഞ്ഞാൽ ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത് നോഡ് 1, ഇത് നോഡ് 2, ഇത് നോഡ് 3 ആണെങ്കിൽ ഈ n1 കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷേപ്പ് ഫംഗ്ഷൻ അറ്റ് ദ നോഡ് 1 എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് നോഡ് 1ലെ ഷേപ്പ് ഫംഗ്ഷൻ, അതാണ് n1 ഇൻറ്റു phi1. phi1 എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നതെന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ phi1 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോഡ് 1ൽ വരുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ് phi1. phi2 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോഡ് 2ൽ വരുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. phi3 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോഡ് 3ൽ വരുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. n1 എന്ന് വെച്ചാൽ നോഡിൽ 1ൽ വരുന്ന ഷേപ്പ് ഫംഗ്ഷൻ, n2 എന്ന് വെച്ചാൽ നോഡ് 2ൽ വരുന്ന ഷേപ്പ് ഫംഗ്ഷൻ, n3 എന്ന് വെച്ചാൽ നോഡ് 3ൽ വരുന്ന ഷേപ്പ് ഫംഗ്ഷൻ. സോ ഇതിപ്പം നമ്മൾ ഫൈ ഓഫ് എക്സ് വൈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ടേമായിട്ട് എടുക്കുവാണെങ്കിൽ ഈ ട്രയാങ്കുലർ എലമെൻറ്റിൽ വരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ ഫൈ ഓഫ് എക്സ് വൈ ആയിട്ട് എടുക്കുവാണെങ്കിൽ ഷേപ്പ് ഫംഗ്ഷൻ അറ്റ് ദ നോഡ് 1 ഇൻറ്റു phi1 എന്ന് വെച്ചാൽ നമ്മൾ ഇതിലെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് അവിടെ ഒരു ഫോർമുല വേണം. സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല ഇങ്ങനെയാണ് സോഫ്റ്റ്വെയർ എടുക്കുന്നത്. നമുക്കിത് 3 നോഡുണ്ട്. സോ ഈ ബോഡിയിലുള്ള ഏതെങ്കിലും ഭാഗത്തുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ
സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് ഷേപ്പ് ഫംഗ്ഷൻ അറ്റ് ദ നോഡ് 1 ഇൻറ്റു അവിടെ വരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് പ്ലസ് ഷേപ്പ് ഫംഗ്ഷൻ അറ്റ് ദ നോഡ് 2 ഇൻറ്റു അവിടെ വരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് പ്ലസ് ഷേപ്പ് ഫംഗ്ഷൻ അറ്റ് ദ നോഡ് 3 ഇൻറ്റു അവിടെ വരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്. മനസ്സിലായോ? ഈ 5 കൊണ്ട് ഇപ്പം ഞാൻ ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് എടുക്കാൻ പറഞ്ഞു. ഇപ്പം നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് അല്ല, ഇപ്പോൾ അവിടുത്തെ സ്ട്രെസ്സായിട്ട് ഇപ്പോൾ സ്ട്രെസ് വാല്യൂ ആ 5 കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ നമുക്ക് എടുക്കാം. ഫോർ എക്സാമ്പിൾ സ്ട്രെസ് അറ്റ് ദ ബോഡി, സ്ട്രെസ് അറ്റ് ദ എലമെൻ്റൽ ബോഡി നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ സ്ട്രെസ് അറ്റ് ദ ബോഡി എക്സ് കോമ വൈ ദാറ്റ് വിൽ ബി ഈക്വൽ ടു n1 x1 ഷേപ്പ് ഫംഗ്ഷൻ അറ്റ് ദ നോഡ് 1 ഇൻറ്റു നോഡ് 1ൽ വരുന്ന സ്ട്രെസ് അതാണ് 5 പ്ലസ് ഷേപ്പ് ഫംഗ്ഷൻ അറ്റ് ദ നോഡ് 2 ഇൻറ്റു നോഡ് 2ൽ വരുന്ന സ്ട്രെസ് ഇൻറ്റു ഷേപ്പ് ഫംഗ്ഷൻ അറ്റ് ദ നോഡ് 3 n3 ഇൻറ്റു നോഡ് 3ൽ വരുന്ന സ്ട്രെസ് വാല്യൂ. സോ ഈ 5 കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് സ്ട്രെസ് ഡിസ്പ്ലേസ്മെൻ്റ് ആകാം, സ്ട്രെസ് ആകാം, സ്ട്രെയിൻ ആകാം, എന്ത് വേണേലും ആകാം. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്ത് വാല്യൂ ഉണ്ടോ അതിനെ നമുക്ക് ഈ ഫീൽഡ് വേരിയബിൾ എന്ന് പറയാം. ഇപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ അതിനെ ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നു. ഇപ്പോൾ സ്ട്രെസ്സാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ കറസ്പോണ്ടിങ് സ്ട്രെസ് വാല്യൂ ആയിട്ട് അതിനെ നമ്മൾ എടുക്കുന്നു. എന്താണോ നമുക്ക് ആ അനലൈസ് ചെയ്യേണ്ടത് അതാണ് നമ്മുടെ ഫീൽഡ് വേരിയബിൾ. മനസ്സിലാകുന്നുണ്ടോ? സോ ഇപ്പോൾ ഒരു പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഈ നോഡില്ലാത്ത പോയിൻറ്റ്സിലെ സ്ട്രെസ്സോ സ്ട്രെയിനോ എന്ത് വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ആ വാല്യൂ നമുക്ക് ഈ രീതിയിലാണ് നമ്മൾ സോഫ്റ്റ്വെയർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിലെ n1 കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷേപ്പ് ഫംഗ്ഷൻ അറ്റ് ദ നോഡ് 1, n2 കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷേപ്പ് ഫംഗ്ഷൻ അറ്റ് ദ നോഡ് 2, n3 കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷേപ്പ് ഫംഗ്ഷൻ അറ്റ് ദ നോഡ് 3. ഇപ്പോൾ ഇത് ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് ഇപ്പോൾ ഈ ഫീൽഡ് വേരിയബിൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ ഈ ഹോൾ ബോഡിയുടെ ഏതെങ്കിലും ഭാഗത്തുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അതാണ് ഫൈ ഓഫ് എക്സ് കോമ വൈ. ഏതെങ്കിലും ഭാഗത്തുള്ള ഇതിൻ്റെ നോഡില്ലാത്ത ഏതെങ്കിലും പോർഷനിലെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നോഡ് 1ൻ്റെ ഷേപ്പ് ഫംഗ്ഷൻ ഇൻറ്റു നോഡ് 1ൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് പ്ലസ് നോഡ് 2ൻ്റെ ഷേപ്പ് ഫംഗ്ഷൻ ഇൻറ്റു നോഡ് 2ൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് പ്ലസ് നോഡ് 3ലെ ഷേപ്പ് ഫംഗ്ഷൻ ഇൻറ്റു അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ ഇത് നോഡില്ലാത്ത സ്ഥലത്തെ ഫീൽഡ് വേരിയബിൾസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഞാനീ പറയുന്നത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് പഠിപ്പിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പോർഷനാണ്. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്ത് ഇങ്ങനെ പഠിപ്പിക്കുമ്പം നിങ്ങൾ വളരെ അറ്റൻറ്റീവായിട്ടിരുന്നാലേ മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അതാണ് ഷേപ്പ് ഫംഗ്ഷൻ ഹാസ് യൂണിറ്റ് വാല്യൂ അറ്റ് 1 നോഡൽ പോയിൻറ്റ് ആൻഡ് 0 വാല്യൂ അറ്റ് അതർ നോഡൽ പോയിൻറ്റ്. ഇത് ഷേപ്പ് ഫംഗ്ഷൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ജസ്റ്റ് ഞാൻ പറയാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെക്കുക. അതിനെക്കുറിച്ച് കൂടുതൽ ഇപ്പോൾ ചിന്തിക്കേണ്ട, പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്ന് വെച്ചാൽ നോഡ് 1 കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ നോഡ് 1ൽ നോഡ് 1ൻ്റെ ഷേപ്പ് ഫംഗ്ഷൻ ഏതാ? n1 അല്ലേ? ഇത് 1, 2, 3 ആയിട്ട് എടുക്കുവാണെങ്കിൽ നോഡ് 1ൻ്റെ ഷേപ്പ് ഫംഗ്ഷൻ n1, നോഡ് 2ൻ്റെ ഷേപ്പ് ഫംഗ്ഷൻ n2, നോഡ് 3യുടെ ഷേപ്പ് ഫംഗ്ഷൻ n3. സോ നമ്മൾ നോഡ് 1 കൺസിഡർ ചെയ്യുവാണെങ്കിൽ n1ൻ്റെ വാല്യൂ 1 ആയിരിക്കും, n2ൻ്റെ വാല്യൂ 0 ആയിരിക്കും, n3യുടെ വാല്യൂ 0 ആയിരിക്കും. മനസ്സിലായോ? നോഡ് 2 കൺസിഡർ ചെയ്യുവാണെങ്കിൽ അവിടെ n1ൻ്റെ വാല്യൂ 0 ആയിരിക്കും, n2ൻ്റെ വാല്യൂ 1 ആയിരിക്കും, n3യുടെ വാല്യൂ 0 ആയിരിക്കും. നോഡ് 3 കൺസിഡർ ചെയ്യുവാണെങ്കിൽ n1ഉം n2ഉം 0 ആയിരിക്കും, n3യുടെ വാല്യൂ 1 ആയിരിക്കും. സോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇപ്പോൾ 1ൽ നമ്മൾ നോഡ് 1 എടുത്താൽ നോഡ് 1ൻ്റെ ഷേപ്പ് ഫംഗ്ഷന് മാത്രം വാല്യൂ 1 ആയിരിക്കും, ബാക്കി n2, n3 0 വരും. മനസ്സിലായോ? ആ രീതിയിലാണ് അത് ഷേപ്പ് ഫംഗ്ഷൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. സോ ഇങ്ങനെയൊക്കെ ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ചാൽ നമുക്ക് നമ്മുടെ അനാലിസിസ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇഫ് വൺ ഡൈമെൻഷണൽ പ്രോബ്ലം ദ ബേസിക് ഫീൽഡ് വേരിയബിൾ ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇപ്പം നോർമലി നമുക്ക് കണ്ടുപിടിക്കേണ്ട വൺ ഡൈമെൻഷണൽ പ്രോബ്ലത്തിലകത്തെല്ലാം നമുക്ക് കണ്ടുപിടിക്കേണ്ട ബേസിക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫീൽഡ് വേരിയബിൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. നോർമലി എല്ലാ വൺ ഡൈമെൻഷണൽ പ്രോബ്ലത്തിലും നോർമലായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ യു ഇസിക്കൽ ടു സമ്മേഷൻ NI/UI എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് ഈ ഫിഗർ നോക്കുക. ഈ ഫിഗറിൽ ഇതൊരു വൺ ഡൈമെൻഷണൽ പ്രോബ്ലമാണ്. ഒരു ഡൈമെൻഷനിലാണ് നമുക്കിവിടെ വരുന്നത്. ഇത് y ഡയറക്ഷനിൽ നമുക്കൊന്നും വരുന്നില്ല. സോ ഇതൊരു വൺ ഡൈമെൻഷണൽ പ്രോബ്ലമാണെന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ആ വൺ ഡൈമെൻഷണൽ പ്രോബ്ലത്തിൽ നമുക്ക് ഇതൊരു ബാർ എലമെൻ്റാണ്. അപ്പോൾ ഈ എലമെൻറ്റിൽ നമുക്ക് 2 നോഡ്സ് ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്.
നോഡ് 1ൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് u1ഉം നോഡ് 2ൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് u2 ആയിട്ട് നമ്മൾ എടുക്കുന്നു. ഓക്കെ, സോ ഫോർ 2 നോഡഡ് ബാർ എലമെൻറ്റ് ദ അപ്പം അതാണ് നോഡ് 1ൻ്റെ, ഇത് നോഡ് 1, ഇത് നോഡ് 2, അതിൻ്റെ കറസ്പോണ്ടിങ് ഡിസ്പ്ലേസ്മെൻറ്റ് u1 u2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾ 1 ഡയമെൻഷൻ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്, ആ ഹോൾ ബോഡിയിലുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് സമ്മേഷൻ NIUI, വെയർ u ഇസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. എന്ന് വെച്ചാൽ ഇത്രേ പറയുന്നുള്ളൂ. ഇത് നോഡ് 1, ഇത് നോഡ് 2. നോഡ് 1-ലുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് u1, നോഡ് 2-ലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് u2 ആണെങ്കിൽ എനിക്ക് ഈ P എന്ന് പറയുന്ന ഒരു പോയിന്റിലെ ഡിസ്പ്ലേസ്മെൻറ്റ് എനിക്ക് കണ്ടുപിടിക്കണം. പക്ഷേ അവിടെ നോട്ട്സ് ഒന്നുമില്ല. സോ അങ്ങനെ ഒരു പോസിബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല u ഈസിക്കൽ ടു സമ്മേഷൻ ഓഫ് NIUI ഈസിക്കൽ ടു N1U1 പ്ലസ് N2U2. ഈ P എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ എനിക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ, ആ ഒരു ഹോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഹോൾ ബോഡിയുടെ ഡിസ്പ്ലേസ്മെൻറ്റിന് എനിക്ക് ഇങ്ങനെ എഴുതാം: N1U1 പ്ലസ് N2U2. നോഡ് 1-ലുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് N1 ഇൻറ്റു U1 പ്ലസ് നോഡ് 2-ലുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് N2 ഇൻറ്റു U2. സോ ആ കിട്ടുന്ന ഈ വാല്യൂ ആണ് നമുക്ക് നമുക്ക് ഈ ഹോൾ ബോഡിയിലുള്ള ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. എന്നുവെച്ചാൽ ഈ ബോഡിയുടെ എവിടെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. സോ u ഈസിക്കൽ ടു N1U1 പ്ലസ് N2U2 എന്ന് വെച്ചാൽ ഈ ഒരു ഹോൾ ബോഡിയിലുള്ള ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ ഈസിക്കൽ ടു നോഡ് 1-ലുള്ള ഷേപ്പ് ഫംഗ്ഷൻ ഇൻറ്റു അവിടെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് പ്ലസ് നോഡ് 2-ലുള്ള ഷേപ്പ് ഫംഗ്ഷൻ ഇൻറ്റു അവിടെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്. മനസ്സിലായോ? അപ്പോൾ ഈ രീതിയിൽ ഈ ഒരു ഹോൾ ബോഡിയിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റിനെ നമുക്ക് വേണേൽ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ വന്നെന്ന് വെച്ചാൽ ഇത് ഇവിടുന്ന് ഈ ഒരു ഇക്വേഷൻ N1U1 എങ്ങനെ വന്നെന്ന് വെച്ചാൽ ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ അതാ ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് എടുക്കുവാണെങ്കിൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസിക്കൽ ടു നോഡ് 1ൻ്റെ ഷേപ്പ് ഫംഗ്ഷൻ ഇൻറ്റു നോഡ് 1-ലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് പ്ലസ് നോഡ് 2-ലുള്ള ഷേപ്പ് ഫംഗ്ഷൻ ഇൻറ്റു നോഡ് 2-ലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് പ്ലസ് നോഡ് 3-ലുള്ള ഷേപ്പ് ഫംഗ്ഷൻ ഇൻറ്റു നോഡ് 3-ലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ആ ഒരു ഫോർമുലയിൽ നിന്നാണ് നമ്മളിത് കണ്ടുപിടിച്ചത്. മനസ്സിലായോ? In 2-dimensional stress analysis problem, the basic field variable is displacement. 2-dimensional problem ആണെങ്കിലും ബേസിക് ആയിട്ട് നമ്മൾ അവിടെയും കൂടുതൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. സോ ഇത് 1 ഡയമെൻഷനിലായപ്പോൾ ഒരു ഡയറക്ഷൻ മാത്രമേ നമുക്ക് കമ്പോണൻസ് ഉണ്ടായിരുന്നുള്ളൂ. 2 ഡയമെൻഷനിലാണെങ്കിൽ എന്ന് വെച്ചാൽ ഇത് u ഡയറക്ഷനിൽ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. u1ഉം u2ഉം അല്ലേ, ഒരു ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ നോഡ് 1ൻ്റെ ഈ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് u1, നോഡ് 2ൻ്റെ ഈ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആയിരുന്നു u2. ഇത് 1 ഡയമെൻഷണൽ പ്രോബ്ലമാണ്. അതുകൊണ്ടാണ് നമുക്കിവിടെ N1U1 പ്ലസ് N2U2 എന്ന് നമ്മൾ എഴുതിയത്. ഇപ്പോൾ 2 ഡയമെൻഷനുള്ള പ്രോബ്ലം ആണെങ്കിൽ 2 ഡയമെൻഷൻ എന്ന് വെച്ചാൽ എങ്ങനെ വരും? എക്സ് ഡയറക്ഷനിലും അതിന് ലോഡ് കാണും, വൈ ഡയറക്ഷനിലും ലോഡ് കാണും. ഇവിടെയും എക്സ് ഡയറക്ഷനിൽ ലോഡ് കാണും, അതുപോലെ തന്നെ വൈ ഡയറക്ഷനിൽ ലോഡ് കാണും. സോ 2 ഡയറക്ഷനിലും നമുക്ക് 2 ഡയമെൻഷണൽ പ്രോബ്ലം ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല ഇവിടെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ നമ്മൾ നേരത്തെ ഈ ഫോർമുല തന്നെ നമുക്ക് യൂസ് ചെയ്യാം. N1U1 പ്ലസ് N2U2 എന്നുള്ള ഫോർമുല നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതൊരു ഡയറക്ഷനിലുള്ള ഇത് ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ടുള്ളൂ. ഇനി 2 ഡയമെൻഷണൽ പ്രോബ്ലം ആണെങ്കിൽ മുകളിലോട്ട് ഇതൊരു ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മൾ u ഈക്വൽ ടു NIUI കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി v ഡയറക്ഷനിൽ 2 ഡയമെൻഷണൽ പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് ഈ ഒരു വെർട്ടിക്കൽ ഡയറക്ഷനിൽ നമുക്ക് വേണ്ട ഡിസ്പ്ലേസ്മെൻറ്റ് പോസിബിളാണ്. സോ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം: v ഈക്വൽ ടു NI ഓഫ് സമ്മേഷൻ NIVI, വെയർ ഇപ്പം നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിൽ 3 നോഡുള്ള എലമെൻ്റ് ഉണ്ടെങ്കിൽ നമുക്കതിനെ ഇങ്ങനെ എഴുതാം: u ഈക്വൽ ടു N1U1 പ്ലസ് N2U2 പ്ലസ് N3U3, v ഈക്വൽ ടു N1V1 പ്ലസ് N2V2 പ്ലസ് N3V3, വെയർ U1, U2, U3, V1, V2, V3 ആർ ദ നോഡൽ ഡിസ്പ്ലേസ്മെൻറ്റ്. മനസ്സിലായോ? ഇപ്പോൾ ഇത് ഒരു ഡയറക്ഷനിൽ മാത്രമേ നമുക്ക് നോഡും ഉള്ളായിരുന്നു, എന്ന് വെച്ചാൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അതിനെ N1U1 പ്ലസ് N2U2 എന്ന് പറഞ്ഞ് നമ്മളതിനെ എഴുതി. ഇപ്പം നമുക്ക് 2 ഡയറക്ഷനിലും എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്: u ഈക്വൽ ടു ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്
യു കൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. യു ഈസ് ഈക്വൽ ടു n1 u1 പ്ലസ് n2 u2 പ്ലസ് n3 u3. വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് v വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു n1 v1 പ്ലസ് n2 v2 പ്ലസ് n3 v3. വേർ u1 u2 u3 എന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ഓരോ നോഡിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്, v1 v2 v3 എന്ന് വെച്ചാൽ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഓരോ നോഡിൽ വരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, അതാണ് v1 v2 v3. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒരു പുതിയ കാര്യമാണ്, വളരെ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ട് ഒന്നുകൂടെ ഒന്ന് കേൾക്കുക. അപ്പോൾ ഇത് പല ആവർത്തി നമ്മൾ കേട്ടാലേ ഇത് ചിലപ്പോൾ പിടി കിട്ടത്തുള്ളൂ. ഓക്കെ, അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഷേപ്പ് ഫംഗ്ഷൻ. ഷേപ്പ് ഫംഗ്ഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ഷേപ്പ് ഫംഗ്ഷൻ്റെ സം ഓഫ് ദ ഷേപ്പ് ഫംഗ്ഷൻ എപ്പോഴും 1 ആയിരിക്കും. കൂടാതെ അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഷുഡ് ബി ഫൈനൈറ്റ് വിതിൻ ദ എലമെൻറ്റ്. എന്ന് വെച്ചാൽ നമുക്കതിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് കണ്ടുപിടിക്കാൻ അത് കിട്ടും. ഡെറിവേറ്റീവ് ഒരിക്കലും 0 വരത്തില്ല. ഡെറിവേറ്റീവ് നമുക്ക് എപ്പോഴും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഡെറിവേറ്റീവ് ആയിരിക്കും. ഡിസ്പ്ലേസ്മെൻറ്റ് ഷുഡ് ബി കണ്ടിന്യൂസ് അക്രോസ് ദ എലമെൻ്റൽ ബൗണ്ടറീസ്. ദ ഷേപ്പ് ഫംഗ്ഷൻ ഹാസ് യൂണിറ്റ് വാല്യൂ അറ്റ് 0 ഓൺ നോഡ് ആൻഡ് 0 വാല്യൂ അറ്റ് അതർ നോഡ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇപ്പോൾ നോഡ് 1 എടുത്താൽ നോഡ് 1ൽ n1ൻ്റെ വാല്യൂ 1 ആയിരിക്കും, n2 n3 0 ആയിരിക്കും, നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. ദ ഷേപ്പ് ഫംഗ്ഷൻസ് ആർ ഓൾവേസ് പോളിനോമിയൽസ് ഓഫ് ദ സെയിം ടൈപ്പ് ആസ് ദ ഒറിജിനൽ ഇൻ്റർപ്രിട്ടേഷൻ ഇക്വേഷൻ. പോളിനോമിയൽ ഇക്വേഷൻസ് വെച്ചായിരിക്കും അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദ ആക്യുറസി ഓഫ് ദ റിസൾട്ട്സ് ക്യാൻ ബി ഇംപ്രൂവ്ഡ് ബൈ ഇൻക്രീസിങ് ദ ഓർഡർ ഓഫ് ദ പോളിനോമിയൽ. അപ്പം പോളിനോമിയലിൻ്റെ ഓർഡർ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ റിസൾട്ട്സിൻ്റെ ആക്യുറസിയൊക്കെ നമുക്ക് കൂടിക്കിട്ടും. സോ ഷേപ്പ് ഫംഗ്ഷൻ എന്താണെന്ന് കൂടുതലായിട്ട് ഇനി നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ u ആൻഡ് ഷേപ്പ് ഫംഗ്ഷൻ n ഫോർ എ 1-dimensional ബാർ എലമെൻറ്റ്. സോ ഇതാണ് നമുക്കൊരു ഫസ്റ്റ് ഡെറിവേഷൻ വരുന്ന ഒരു ഡെറിവേഷനായിട്ട് പറയാൻ പറ്റുന്നത് ഇതാണ്. ഡെറിവേഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ u ആൻഡ് ഷേപ്പ് ഫംഗ്ഷൻ n ഫോർ എ 1-dimensional ബാർ എലമെൻറ്റ്. അപ്പോൾ ഇത് ഈ ഡെറിവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ബാർ എലമെൻറ്റിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റും കണ്ടുപിടിക്കണം, ഷേപ്പ് ഫംഗ്ഷനും കണ്ടുപിടിക്കണം. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് ഈ ഒരു ഡെറിവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൺസിഡർ എ ബാർ എലമെൻറ്റ് വിത്ത് നോഡ്സ് 1 and 2 ആസ് ഷോൺ ഇൻ ഫിഗർ. ഇതൊരു ബാർ എലമെൻറ്റാണ്. ഈ ബാർ എലമെൻറ്റിൽ 2 നോഡുണ്ട്, ഒന്നിത്. u1 and u2 ആർ ദ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് ദ നോഡ്സ്. ഇപ്പോൾ ഈ നോഡ് 1ലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ഇതിപ്പോൾ കണ്ടില്ലേ, എക്സ് ഒരു 1-dimensional ബാർ എലമെൻറ്റാണ്. ഒരു ഡയറക്ഷനിൽ അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് പോസിബിൾ ആകത്തുള്ളൂ. സോ ഈ രീതിയിലാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ നോഡ് 1ലുള്ള ഡിസ്പ്ലേസ്മെൻറ്റാണ് u1, നോഡ് 2ലുള്ള ഡിസ്പ്ലേസ്മെൻറ്റാണ് u2. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് ഉണ്ട് L. മനസ്സിലായോ? ഓക്കെ, ഇനി സിൻസ് ദ എലമെൻറ്റ് ഹാസ് ഗോട്ട് 2 degrees ഓഫ് ഫ്രീഡം ഇറ്റ് വിൽ ഹാവ് 2 ജനറലൈസ്ഡ് കോർഡിനേറ്റ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുവാണെങ്കിൽ ഇതിന് എത്ര മോഷൻ പോസിബിൾ ആണ് എന്നാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ u1 എന്നുള്ള ഒരു മോഷൻ പോസിബിളാണ്, ഈ നോഡിലെ u2 എന്ന് പറയുന്ന ഒരു മോഷനും പോസിബിളാണ്. സോ ഇവിടെ പറയുന്നത് നമുക്കിവിടെ 2 degrees ഓഫ് ഫ്രീഡം ഉണ്ട് ഈ ഒരു ബാർ എലമെൻറ്റിൽ. അപ്പോൾ 2 degrees ഓഫ് ഫ്രീഡം ഉള്ളതുകൊണ്ട് ഞാൻ ഓൾറെഡി നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷനൊക്കെ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ ആ ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ ആദ്യം ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. സോ ഇവിടെ എത്ര അൺനോൺസ് ഉണ്ടെന്ന് നോക്കുക. ഇവിടെ 2 degrees ഓഫ് ഫ്രീഡം ആണുള്ളത്. അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ u = a0 + a1x എന്നുള്ള ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? a0 a1 എന്ന് പറയുന്നത് ഗ്ലോബൽ ഓർ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നു. മനസ്സിലായോ? ഇപ്പോൾ ഇതുകൊണ്ടോ a0യും a1ഉം വരുന്ന ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്തത്. കാര്യം ഇവിടെ 2 degrees ഓഫ് ഫ്രീഡം ആണുള്ളത്. സോ അതുകൊണ്ട് 2 ജനറലൈസ്ഡ് കോർഡിനേറ്റ് വരുന്ന ഇക്വേഷനാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ഇതിൽ നമുക്ക് u1ഉം വരുന്നുണ്ട്, u2ഉം വരുന്നുണ്ട്. അതൊക്കെയാണ് ആ 2 കാര്യങ്ങളാണ് നമ്മുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. സോ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ എഴുതുമ്പോഴും 2 അൺനോൺസേ പാടുള്ളൂ. അതുകൊണ്ടാണ് u = a0 + a1x എന്നുകൊണ്ട് നമ്മൾ ഈ ഒരു എലമെൻറ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ ഈ ഇക്വേഷൻ വെച്ചാണ് നമ്മളതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇവിടെ 2 degrees ഓഫ് ഫ്രീഡം ആണ് ഉള്ളത്. അതുകൊണ്ട് 2 ജനറലൈസ്ഡ് കോർഡിനേറ്റ് വരുന്ന രീതിയിൽ നമ്മൾ ഈ ഇക്വേഷൻ നമ്മൾ സെലക്ട് ചെയ്താണ് നമ്മൾ ആ എലമെൻറ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷനായിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ദെൻ
റൈറ്റിംഗ് ദ ഇക്വേഷൻ ഇൻ ദ മെട്രിക്സ് ഫോം. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ മെട്രിക്സ് ഫോമിൽ എഴുതുക. മെട്രിക്സ് ഫോമിൽ എഴുതുമ്പോൾ u ഇസ് ഈക്വൽ ടു മെട്രിക്സ് 1x ഇൻറ്റു a0 a1 എന്ന് പറഞ്ഞ് നമുക്ക് ഇതിനെ എഴുതാൻ പറ്റും. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ ഇക്വേഷൻ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഇക്വേഷനെ നമുക്ക് ഈ സെയിം സാധനത്തെ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ സെയിം ഇക്വേഷനാണ് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്കതിനെ ഇങ്ങനെ എഴുതാം, u ഇസ് ഈക്വൽ ടു മെട്രിക്സ് 1x ഇൻറ്റു മെട്രിക്സ് a0 a1. ഓക്കെ, ഇനി നോഡ് 1ലെ കാര്യം കൊടുക്കുന്നു. അറ്റ് നോഡ് 1 u ഇസ് ഈക്വൽ ടു u1 x ഇസ് ഈക്വൽ ടു 0. നോക്കിക്കേ, നോഡ് 1ൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വെച്ചാൽ u1 ആണ്. അവിടെ എക്സ് ഈ ഡയറക്ഷനിലാണ്, എക്സ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ എക്സ് കമ്പോണൻറ്റ് നമ്മൾ ഈ ഒരു ഡയറക്ഷനിലാണ് എടുക്കുന്നത്. സോ നോഡ് 1ലെ എക്സിൻ്റെ വാല്യൂ 0 ആയിരിക്കും. നോഡ് 2ലെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വെച്ചാൽ u2 ആയിരിക്കും. നോഡ് 2ലെ എക്സിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ ഇതാണ്, L ആണ്. മനസ്സിലായോ? നോഡ് 1ൽ ഡിസ്പ്ലേസ്മെൻറ്റ് u1 ആണ്, അവിടെ എക്സിൻ്റെ വാല്യൂ 0 ആണ്. നോഡ് 2 വരുമ്പം അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് u2 ആണ്, എക്സിൻ്റെ വാല്യൂ L ആണ്. സോ ആ ബൗണ്ടറി കണ്ടീഷൻസ് നമ്മൾ യൂസ് ചെയ്യും. സോ അറ്റ് ദ നോഡ് 1 u is equal to u1 x is equal to 0 ആൻഡ് u is equal to u2 ആൻഡ് x is equal to L. സോ ഈ കണ്ടീഷൻ നമ്മൾ ഈ ഇക്വേഷനകത്ത് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും വി വിൽ ബി ഗെറ്റിംഗ് ഈ ഇക്വേഷൻ അല്ല, സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ എബോവ് വാല്യൂസ് ഇൻ ഇക്വേഷൻ 2.15. ഈ ഇക്വേഷൻ 2.15നകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്ക് കിട്ടും u1 is equal to a0 എന്ന് കിട്ടും. കാര്യം നോഡ് 1ലെ എക്സിൻ്റെ വാല്യൂ 0 ആണ്. സോ u1 ആയിട്ട് എടുക്കുവാണെങ്കിൽ a0 എന്ന് കിട്ടുന്നു. u2 is equal to a0 പ്ലസ് a1 ഇൻറ്റു L വരും. u2 എന്നുള്ളത് ഈ എക്സ് ഡിസ്റ്റൻസ് മാറിയായതുകൊണ്ട് ഈ സെക്കൻഡ് ഇക്വേഷൻ u2 is equal to a0 പ്ലസ് a1 L വരും. ഓക്കെ, സോ അതിൽ നിന്നും അറേഞ്ചിങ് ദ ഇക്വേഷൻ 2.17 ആൻഡ് 2.18 ഇൻ മെട്രിക്സ് ഫോം. 2.18 ഈ രണ്ട് ഇക്വേഷൻ നമ്മളതിനെ മെട്രിക്സ് ഫോമിൽ എഴുതുക. ഇവിടെ u1 u2 സെപ്പറേറ്റ് രണ്ട് ഇക്വേഷനായി നമുക്ക് കിട്ടിയത്. സോ അതിനെ മെട്രിക്സ് ഫോമിൽ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും, u1 u2 ഈസ് ഈക്വൽ ടു ഇവിടെ a0, u1ൻ്റെ അവിടെ a0 മാത്രമേ ഉള്ളൂ, u2ൻ്റെ അവിടെ a0യും ഉണ്ട്, a1ഉം ഉണ്ട്, പിന്നെ a1 ഇൻറ്റു L ഉണ്ട്. സോ ഈ രീതിയിൽ നമുക്കിതിനെ കിട്ടാൻ വേണ്ടി നമ്മളിതിനെ ഇങ്ങനെ മെട്രിക്സ് ഫോമിൽ എഴുതും, 1 0 1 L ഇൻറ്റു a0 a1. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നമുക്കിത് കിട്ടുന്നത്. സോ ആ രീതിയിൽ ഇക്വേഷനെ നമ്മൾ അറേഞ്ച് ചെയ്തു. u1 u2 ഈസ് ഈക്വൽ ടു 1 0 1 L ഇൻറ്റു a0 a1. അപ്പോൾ ഈ u1 u2 മെട്രിക്സിനെ നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയും. ഈ ഒരു മെട്രിക്സിനെ C വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യും. അതിനെ കണക്റ്റിവിറ്റി മെട്രിക്സ് എന്ന് പറയും. A എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് ഓൾറെഡി അറിയാം, അതിനെ ജനറലൈസ്ഡ് ഓർ ഗ്ലോബൽ കോർഡിനേറ്റ് മെട്രിക്സ് എന്ന് പറയും. A എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ a0 a1 ആർ ദ ഗ്ലോബൽ ഓർ ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു മെട്രിക്സിനെ നമ്മൾ അങ്ങനെ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യും. ഓക്കെ, സോ ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ എഴുതാം, a0 a1 നമ്മൾ സെപ്പറേറ്റ് നമ്മൾ ഇങ്ങേപ്പുറം മാറ്റി എഴുതുക. അപ്പം a0 a1 is equal to മാത്തമാറ്റിക്കലായിട്ട് നമുക്കതിന് ഇങ്ങനെ എഴുതാം, 1 0 1 L ദ ഹോൾ മെട്രിക്സ് ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു u1 u2 എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതാമെങ്കിൽ നമുക്ക് a0 a1 എന്നുള്ളതിനെ സെപ്പറേറ്റ് ഇങ്ങോട്ട് എടുക്കുവാണെങ്കിൽ ഇതിൻ്റെ ഇൻവേഴ്സും വരും, ഇതിൻ്റെ u1 u2 എന്നുള്ള മെട്രിക്സും വരും. സോ ഈ മെട്രിക്സിൽ നിന്ന് a1 a2 a0 a1 നമ്മൾ സെപ്പറേറ്റ് ഇങ്ങോട്ട് മാറ്റി എഴുതി. ഇപ്പം ഇങ്ങനെ വന്നു. എന്നിട്ട് ഇങ്ങനെ എഴുതിയ ഇൻവേഴ്സിനെ നമുക്ക് ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സിനെ നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം. ഫോർ എക്സാമ്പിൾ, ഇങ്ങനെ ഒരു മെട്രിക്സ് ഇൻവേഴ്സ് വരുവാണെങ്കിൽ നമുക്കതിനെ ഈ രീതിയിൽ എഴുതാം. ഇപ്പോൾ a11 a12 a21 a22 ദ ഹോൾ ഇൻവേഴ്സ് വരുവാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ എഴുതാം, 1/a11 ഇൻറ്റു a22 മൈനസ് a12 ഇൻറ്റു a21 അതിന് ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇൻറ്റു a22 മൈനസ് a12 മൈനസ് a21 ഇൻറ്റു a11. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആ ഒരു മെട്രിക്സിനെ നമുക്ക് എഴുതാൻ പറ്റും. സോ ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ ആ മെട്രിക്സിനെ, ഈ ഇൻവേഴ്സ് മെട്രിക്സിനെ എഴുതുമ്പോൾ നമുക്കിങ്ങനെ കിട്ടും, 1/L മൈനസ് 0 L മൈനസ് 0 മൈനസ് 1 ഇൻറ്റു u1 u2 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, എന്നിട്ട്
അപ്പോൾ നമ്മൾ ആ കിട്ടുന്ന മെട്രിക്സിനെ നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. വൺ ബൈ എൽ വരും ഇൻറ്റു 1/l ഇൻറ്റു 1 മൈനസ് 0 മൈനസ് 1 ഇൻറ്റു u1 u2. അതിനെ എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ കിട്ടും. സിംപ്ലിഫൈ എന്ന് ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ ജസ്റ്റ് ഇവിടെ L മൈനസ് 0 എന്നാണ് വരുന്നത്. അപ്പം 1/l എന്ന് തന്നെയാണ് നമുക്ക് ഫോർമുല കിട്ടുന്നത്. സോ 1/l ഇൻറ്റു L 0 മൈനസ് 1 ഇൻറ്റു u1 u2. സോ നമുക്ക് ഈ ഇക്വേഷൻ A0 A1 മെട്രിക്സിനെ നമുക്ക് ഈ ഫോമിൽ നമുക്ക് കിട്ടി. ഓക്കെ, എന്നിട്ട് ഈ A0 A1ൻ്റെ വാല്യൂ ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ വാല്യൂവിനെ നമ്മൾ 2.16 ഇക്വേഷനകത്ത് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഏതായി 2.16? 2.16 എന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ അതിലെ ഈ A0 A1ൻ്റെ സ്ഥാനത്ത് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് അടുത്ത ചെയ്തിരിക്കുന്നത്. u = 1x ഇൻറ്റു 1/l ഇൻറ്റു ഈ A0 A1ൻ്റെ വാല്യൂ ഇത്രയും കാര്യം ഈ A0 A1ൻ്റെ വാല്യൂ ഇവിടെ കൊണ്ടിങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് അതിനെ സോൾവ് ചെയ്യുന്നു. 1/l ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. 1x ഇൻറ്റു ഈ മെട്രിക്സ് അതുപോലെ എഴുതി ഇൻറ്റു u1 u2. എന്നിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അറേഞ്ച് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ കിട്ടുന്നു. u = 1 മൈനസ് x ബൈ എൽ ഇൻറ്റു u1 u2 എന്ന് നമുക്ക് കിട്ടുന്നു. ഇത് സോൾവ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഫോർമാറ്റ് കിട്ടും. അപ്പോൾ അതിൽ ഈ 1 മൈനസ് എക്സ് ബൈ എൽ എന്നുള്ള ടേമിനെ നമ്മൾ n1 ആയിട്ട് എടുക്കുന്നു. എക്സ് ബൈ എൽ എന്നുള്ള ടേമിനെ n2 ആയിട്ട് എടുക്കുന്നു ഇൻറ്റു u1 u2. അപ്പം ഈ 1 മൈനസ് എക്സ് ബൈ എൽ എന്നുള്ളതാണ് ഷേപ്പ് ഫംഗ്ഷൻ അറ്റ് ദ നോഡ് 1. അതിനെ n1 ആയിട്ട് നമ്മൾ എടുക്കുന്നു. എക്സ് ബൈ എൽ എന്നുള്ള ടേമാണ് ഷേപ്പ് ഫംഗ്ഷൻ അറ്റ് ദ നോഡ് 2. അതിനെ n2 ആക്കി നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു. സോ ആ എലമെൻറ്റിൽ വരുന്ന ഡിസ്പ്ലേസ്മെൻറ്റിനെ നമുക്ക് ഷേപ്പ് ഫംഗ്ഷൻ മെട്രിക്സ് ഇൻറ്റു u മെട്രിക്സ് ആക്കി നമ്മൾ എഴുതുന്നു. ഇത് ഓൾറെഡി നമ്മൾ കണ്ടതാണ്. u = n1 u1 പ്ലസ് n2 u2 പ്ലസ് n3 u3 ഒക്കെ എഴുതുന്നത് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടതാണ്. സോ ആ ഒരു ഫോർമാറ്റിൽ നമുക്കിങ്ങനെ കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു വാല്യൂ ആണ് n1 ആയിട്ട് എഴുതുന്നത്, ഈ ഒരു വാല്യൂ ആണ് n2 ആയിട്ട് എഴുതുന്നത്. മനസ്സിലായോ? സോ അതാണ് അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത്. സോ ഇവിടെ കിട്ടുന്ന ഈ വാല്യൂ u = ഓൾറെഡി നമുക്കറിയാം n1 u1 പ്ലസ് n2 u2. അപ്പോൾ അതിൽ ഷേപ്പ് ഫംഗ്ഷൻ n1നെ നമ്മൾ 1 മൈനസ് എക്സ് ബൈ എൽ ആയിട്ട് എടുക്കുന്നു. ഷേപ്പ് ഫംഗ്ഷൻ n2 എന്ന് വെച്ചാൽ ഇത് എക്സ് ബൈ എൽ ആയിട്ട് ഈ n2നെ നമ്മൾ എടുക്കുന്നു. ഓക്കെ, പിന്നെ നമുക്കറിയാം ഷേപ്പ് ഫംഗ്ഷൻ്റെ ഒരു പിന്നെ പറയുന്നുണ്ട് വി മേ നോട്ട് ദാറ്റ് n1 ആൻഡ് n2 obey the shape function. n1 and n2 obey the definition of shape function. That is, the shape function will have a value equal to unity at the node to which it belongs and 0 at the other node. ഇപ്പം ഞാൻ പറഞ്ഞായിരുന്നു, ഇപ്പം നമുക്ക് രണ്ട് നോഡ്സ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് നോഡ് എടുക്കുവാണെങ്കിൽ ഇവിടുത്തെ n1ൻ്റെ വാല്യൂ 1ഉം ഇവിടുത്തെ n2ൻ്റെ വാല്യൂ 0 ആയിരിക്കും. സെക്കൻഡ് നോഡ് എടുക്കുവാണെങ്കിൽ ഇവിടുത്തെ n1ൻ്റെ വാല്യൂ 0യും n2ൻ്റെ വാല്യൂ 1ഉം ആയിരിക്കും. അത് ഓൾറെഡി പഠിപ്പിച്ചതാണ്. സോ ആ ഒരു പ്രോപ്പർട്ടി ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കണം. സോ അറ്റ് ദ നോഡ് 1 എക്സിൻ്റെ വാല്യൂ 0 നമുക്കറിയാം അല്ലേ. സോ n1 നമുക്ക് കിട്ടിയിരിക്കുന്നത് L മൈനസ് എക്സ് ബൈ എൽ ആണ് നമ്മൾക്ക് കിട്ടുന്ന n1ൻ്റെ വാല്യൂ. സോ എക്സിൻ്റെ വാല്യൂ നമുക്ക് 0 ആണല്ലോ. സോ L മൈനസ് 0 ബൈ എൽ എന്തോ കിട്ടുന്നത്? n1ൻ്റെ വാല്യൂ 1. ഇനി n2ൻ്റെ വാല്യൂ നമുക്ക് എന്തോ കിട്ടുന്നത്? എക്സ് ബൈ എൽ ആണ് n2ൻ്റെ വാല്യൂ. അപ്പോൾ നോഡ് 1 എക്സ് 0 ആണെന്ന് നമുക്കറിയാം. സോ 0 ബൈ എൽ കിട്ടുന്നു. അപ്പോൾ n2ൻ്റെ വാല്യൂ 0 കിട്ടുന്നു. സോ നമ്മുടെ പ്രോപ്പർട്ടി അനുസരിച്ച് കറക്റ്റാണ്. നോഡ് 1 n1ൻ്റെ വാല്യൂ 1ഉം n2ൻ്റെ വാല്യൂ 0യുമാണ്. ഇനി അടുത്ത നോഡ് 2 നോക്കുന്നു. നോഡ് 2 നമ്മുടെ ഷേപ്പ് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ചാണ് ഈ n1ൻ്റെ വാല്യൂ 0യും n2ൻ്റെ വാല്യൂ 1ഉം വരണം. അതാണ് നമ്മുടെ പ്രോപ്പർട്ടി. സോ നോഡ് 2 എടുക്കുന്നു. നോഡ് 2 എക്സിൻ്റെ വാല്യൂ L ആണ്. നോഡ് 2 ഇതാണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ L ആണ്. സോ നോഡ് 2 അനുസരിച്ച് എക്സിൻ്റെ വാല്യൂ L ആണ്. സോ n1ൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ L മൈനസ് എക്സ് ബൈ എൽ ആണ് നമ്മുടെ ഇക്വേഷൻ. സോ എക്സിൻ്റെ വാല്യൂ L ആയതുകൊണ്ട് L മൈനസ് എൽ ബൈ എൽ വരും. അപ്പോൾ L മൈനസ് എൽ 0 വരും, 0 ബൈ എൽ. സോ n1ൻ്റെ വാല്യൂ 0 വരും. n2ൻ്റെ വാല്യൂ നമുക്കറിയാം എക്സ് ബൈ എൽ ആണ്. സോ n2ൻ്റെ വാല്യൂ എക്സ് ബൈ എൽ ആയതുകൊണ്ട് എക്സിൻ്റെ അവിടെ നമ്മൾ L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ L ബൈ എൽ, n2ൻ്റെ വാല്യൂ 1 വരും. സോ ഇതാണ്. അപ്പോൾ നമ്മുടെ ഷേപ്പ് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി
നമുക്ക് കിട്ടുന്ന ഈ വാല്യൂസിൽ ഓക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ജനറലായിട്ടുള്ള മിക്ക പ്രോബ്ലത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. n1ൻ്റെ വാല്യൂ 1 ഡൈമെൻഷണൽ ബാർ എലമെൻ്റ് ആണെങ്കിൽ അവിടെ 2 നോഡ്സ് ഉണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ഫസ്റ്റ് നോഡിൽ വരുന്ന ഷേപ്പ് ഫംഗ്ഷൻ്റെ വാല്യൂ n1, സെക്കൻഡ് നോഡിൽ വരുന്ന ഷേപ്പ് ഫംഗ്ഷൻ്റെ വാല്യൂ n2. അപ്പോൾ ഈ ഷേപ്പ് ഫംഗ്ഷൻ്റെ യൂസ് ഞാൻ പറയാം. ഇപ്പോൾ ഈ നോഡില്ലാത്ത ഈ സ്ഥലത്തെയൊക്കെ നമുക്ക് ഡിഫ്ലക്ഷനോ സ്ട്രെസ്സോ സ്ട്രെയിനോ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഷേപ്പ് ഫംഗ്ഷൻ അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ ഷേപ്പ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചാലേ നമുക്കതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതിനുവേണ്ടിയാണ് നമ്മൾ ഷേപ്പ് ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് നോക്കുക. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ എന്നെ മാക്സിമം വിളിച്ച് ചോദിക്കാൻ നോക്കുക. കാര്യം ഡൗട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്, പുതിയ ഒരു ഏരിയയാണ്. ശരിക്കും ക്ലാസ്സിലെടുത്താലേ മനസ്സിലാവത്തുള്ളൂ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് അത് വ്യക്തമായിട്ട് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.